ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ സെക്കൻഡ് ഹെഡ് ആണ് ഹൗസ് പ്രോപ്പർട്ടി. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് സെക്ഷൻ 22 മുതൽ സെക്ഷൻ 27 വരെയാണ്. അപ്പോൾ സാലറി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സാലറി കമ്പയർ ചെയ്യുമ്പോൾ ഇത് ചെറിയ ചാപ്റ്റർ തന്നെയാണ്, എങ്കിലും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എല്ലാവർക്കും എക്സാമിന് ഇതിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി എളുപ്പത്തിൽ നമുക്കുള്ള ഒരു ഹെഡ് ഓഫ് ഇൻകം ആണ് ഹൗസ് പ്രോപ്പർട്ടി, സെക്കൻഡ് ഹെഡ് ആണ്. അപ്പോൾ നമുക്കിതിൽ നോക്കാം. സെക്ഷൻ 22 ആണ് ഹൗസ് പ്രോപ്പർട്ടിയിൽ ചാർജിങ് സെക്ഷൻ എന്ന് പറയുന്നത്. സെക്ഷൻ 22 എന്താ പറയുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. അതിന്റെ എക്സ്പ്ലനേഷൻ അടുത്ത സ്ലൈഡുകളിലായിട്ട് പറഞ്ഞുതരാം. As per section 22, the annual value of property consisting of any building or land appurtenant thereto, of which assessee is the owner, other than such a portion of such property as he may occupy for the purpose of any business or profession carried on by him, shall be chargeable to income tax under the head income from house property. അപ്പോൾ ഇത്രയും വലിയ സെന്റൻസ് നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇതിൽ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ്, അതായത് ഇതിൽ ചില കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്, ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിലാണ് ആ കിട്ടുന്ന ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളതിൽ ടാക്സബിൾ ആവുക. അപ്പോൾ ആ കണ്ടീഷൻസ് എന്താന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ആനുവൽ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി, ഒരു പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ ടാക്സബിൾ ആവുക. ഏത് സിറ്റുവേഷനിൽ? 3 കണ്ടീഷൻസ് ആണ് അവർ പറയുന്നത്. ആ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന സാഹചര്യത്തിൽ. 3 കണ്ടീഷനിൽ ആദ്യത്തെ കണ്ടീഷൻ പറയുന്നത് ഒരു ഹൗസ് പ്രോപ്പർട്ടി വേണം. അതാണ് ആദ്യത്തെ കണ്ടീഷൻ, ഒരു ഹൗസ് പ്രോപ്പർട്ടി വേണം. ദാറ്റ് മസ്റ്റ് ബി എ പ്രോപ്പർട്ടി കൺസിസ്റ്റിംഗ് ഓഫ് എനി ബിൽഡിംഗ് ഓർ ലാൻഡ് അപ്പർട്ടനന്റ് thereto. രണ്ടാമത്തെ കണ്ടീഷൻ അസസി ഓണർ ആയിരിക്കണം. അതായത് എനിക്കിപ്പോൾ ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഓണർ ആണെങ്കിൽ മാത്രമേ അതിനുള്ള ഇൻകം എന്റെ കയ്യിൽ ടാക്സബിൾ ആവുള്ളൂ. അതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ്, ഇറ്റ് മസ്റ്റ് നോട്ട് ബി യൂസ്ഡ് ഇൻ ബിസിനസ് ഓർ പ്രൊഫഷൻ. ആ ബിൽഡിംഗ് അല്ലെങ്കിൽ ആ സ്ഥലം ഞാൻ എന്റെ ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടി ഉപയോഗിക്കുന്നത് ആവാൻ പാടില്ല. അപ്പൊ ഇത്രയും കണ്ടീഷൻസ്, ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്തെങ്കിലും പ്രോപ്പർട്ടി എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിനുള്ള വരുമാനം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിലാണ് ടാക്സബിൾ ആവുക. അപ്പോൾ പൊതുവേ ഇത് എന്ത് ഇൻകം ആണെന്ന് ആലോചിക്കുന്നുണ്ടാവും. അതായത് നമുക്ക് ബിൽഡിങ്ങിന് എന്ത് ഇൻകം ആണ് കിട്ടുക? റെന്റ് അല്ലെ, വാടക ഇനത്തിലുള്ള വരുമാനമാണ് പൊതുവേ ഇതിൽ ടാക്സബിൾ ആവുക. വാടക മാത്രമല്ല, അത് ഞാനൊരു എക്സാമ്പിൾ പോലെ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ വീടൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നതൊക്കെ ഇതിൽ വരും. അതുകൂടാതെ ഇതിൽ ഒരുപാട് നമുക്ക് ബെനിഫിറ്റ്സും കിട്ടാനുണ്ട് ഇങ്ങനെ ഒരു ഹെഡ് ഉള്ളതുകൊണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. തൽക്കാലത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കി ഈ വാടകയ്ക്ക് കൊടുക്കുന്നത് അങ്ങനെയുള്ള വരുമാനമൊക്കെയാണ് ഈ ഒരു ഹെഡിൽ ടാക്സബിൾ ആവുക. അപ്പൊ അങ്ങനെ ടാക്സബിൾ ആവണം എന്നുണ്ടെങ്കിൽ 3 കണ്ടീഷൻസ് അവർ പറയുന്നുണ്ട്. ഫസ്റ്റത്തെ കണ്ടീഷൻ, നമ്മുടെ കയ്യിൽ ഒരു ഹൗസ് പ്രോപ്പർട്ടി വേണം. ആ ഹൗസ് പ്രോപ്പർട്ടിയുടെ ഓണർ ഞാനായിരിക്കണം. എന്നാൽ മാത്രമേ അതിനുള്ള വരുമാനം എനിക്ക് ടാക്സബിൾ ആവുള്ളൂ. പോരാത്തതിന് ആ ഒരു ബിൽഡിംഗ് എന്റെ ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടി ഉപയോഗിക്കുന്നത് ആവാനും പാടില്ല. ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ആനുവൽ വാല്യൂ എന്റെ കയ്യിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ ടാക്സബിൾ ആവും. ഇതിൽ ആനുവൽ വാല്യൂ എന്താണെന്നായിരിക്കും ഇപ്പൊ അറിയാത്തത് അല്ലെ? റെന്റിനൊന്നും അല്ലല്ലോ തന്നിരിക്കുന്നത്. അപ്പൊ ആനുവൽ വാല്യൂ എന്താണ്? ആനുവൽ വാല്യൂ എന്താന്നുള്ളതാണ് ഇതിൽ കുറെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്കത് ലാസ്റ്റ് പഠിക്കാം. ആദ്യം ബാക്കി കണ്ടീഷൻസ് ഒക്കെ ഒന്നുകൂടെ നല്ലോണം മനസ്സിലാക്കാം. ഇപ്പൊ ഞാനൊരു ഐഡിയക്ക് വേണ്ടി പറഞ്ഞു തന്നു, അത് അത്രയല്ല, ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ പോയിന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻസ് നമുക്ക് മനസ്സിലാക്കാം. ആ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആനുവൽ വാല്യൂ അപ്പോൾ ടാക്സബിൾ ആവും. പിന്നെ നമുക്ക് ആനുവൽ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ലാസ്റ്റ് പഠിക്കാം. കാരണം അത് കുറെ കേസസ് ആയിട്ട്, അതാണ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന പോർഷൻ. അപ്പൊ ഫസ്റ്റ് നമുക്ക് കണ്ടീഷൻസ് നോക്കാം. ഫസ്റ്റത്തെ കണ്ടീഷൻ പറയുന്നത് നമുക്ക് ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ലാൻഡ് അപ്പർട്ടനന്റ് thereto ഉണ്ടായിരിക്കണം. അതായത് ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. അപ്പൊ ഹൗസ് പ്രോപ്പർട്ടിയുടെ ഡെഫിനേഷൻ എന്താണെന്നൊന്നും ഇൻകം ടാക്സ് ആക്ടിലൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഏകദേശം കുറെ കേസ് ലോസിന്റെയും ഒക്കെ ബേസിസിൽ ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളതിൽ എന്തൊക്കെ പെടും എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹൗസ് പ്രോപ്പർട്ടി മീൻസ് അല്ലെങ്കിൽ ഇൻക്ലൂഡ്സ്, ഒന്ന് ബിൽഡിംഗ് എന്തായാലും വരും. അപ്പൊ ഇനി ബിൽഡിംഗ് എന്ന് വെച്ചാൽ ഇനിയിപ്പോ എന്താന്ന് പറയണ്ടല്ലോ. ബിൽഡിംഗ് എന്ന് വെച്ചാൽ കല്ലും സിമെന്റും മണലും ഒക്കെ ഉപയോഗിച്ച് കെട്ടുന്ന ഒരു സംഭവമാണ് ബിൽഡിംഗ് അല്ലെ? സിമെന്റ് ഒക്കെ ഇപ്പോഴത്തെ ഒരു ഇത്, പണ്ട് ഇപ്പം നമ്മൾ മണ്ണ് വെച്ച് കെട്ടിയാലും അത് ബിൽഡിംഗ് തന്നെയാണ് അല്ലെ? 4 ചുമരുള്ള ഒരു സാധനം ബിൽഡിംഗ് എന്ന് നമ്മൾ പറയും, റൂഫൊക്കെ ഉള്ള ഒരു സാധനത്തിന് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ബിൽഡിംഗ് ഹൗസ് പ്രോപ്പർട്ടി ആണ്. അതുപോലെ തന്നെ എനി ലാൻഡ് സറൗണ്ടഡ് ബൈ വാൾ ഹാവിംഗ് റൂഫ് ഓർ നോട്ട്. ഇപ്പൊ ചുറ്റുമതിലൊക്കെ കെട്ടിയിട്ടുള്ള ഒരു ലാൻഡ് എൻ്റെ ഉണ്ട് വിചാരിക്കുക. അങ്ങനെയുള്ളതിനെയും ഞാൻ
ഹൗസ് പ്രോപ്പർട്ടി എന്ന് വിളിക്കാം. അതിന് റൂഫ് വേണമെന്നൊന്നും നിർബന്ധമില്ല, മേൽക്കൂര വേണമെന്നൊന്നും നിർബന്ധമില്ല. ചില സ്ഥലത്ത് നമ്മളിപ്പോ പണ്ടത്തെ വീടുകളിലൊക്കെ കാണും, ഈ വിറകൊക്കെ കൂട്ടി വെക്കാനായിട്ട് അവർക്ക് പ്രത്യേകം പുറത്ത് റൂം പോലത്തെയൊക്കെ ഉണ്ടാവും. അപ്പൊ അതും ഹൗസ് പ്രോപ്പർട്ടിയിൽ പെടും. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ വെറുതെ ഇരിക്കുന്ന ലാൻഡിനെ, വേക്കന്റ് ആയിട്ട് കിടക്കുന്ന ലാൻഡിനെ ഒരിക്കലും നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലും കാര്യത്തിന് നമ്മളത് ഉപയോഗിക്കണം, അത്രേ ഉള്ളൂ. അതും പറഞ്ഞ് മേൽക്കൂര വേണമെന്നൊന്നും നിർബന്ധമില്ല. ചുറ്റുമതിലൊക്കെ കെട്ടി വൃത്തിയാക്കി വെച്ചിട്ട് അത് നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ലാൻഡും ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഡെഫിനേഷനിൽ വരും. അതുപോലെ തന്നെ ലാൻഡ് അപ്പർട്ടുനന്റ് ടു എ ബിൽഡിംഗ്. ലാൻഡ് അപ്പർട്ടുനന്റ് ടു എ ബിൽഡിംഗ് എന്ന് വെച്ചാൽ ബിൽഡിങ്ങിനോട് ചേർന്ന് കിടക്കുന്ന നിലം. ഇപ്പൊ ഈ ബിൽഡിങ്ങിന്റെ അടുത്ത് തന്നെ ഇപ്പോ ഗാർഡൻ ഉണ്ടാവാം അല്ലെ, നമുക്ക് ഗാർഡൻ അല്ലെങ്കിൽ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള കുറച്ച് സ്ഥലമൊക്കെ എല്ലാവരുടെ ഇവിടെ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ തൊടി എന്നൊക്കെ പറയുന്നില്ല, അതുപോലെയുള്ള കുറച്ച് ഏരിയ നമ്മുടെ ബിൽഡിങ്ങിനോട് ചേർന്ന് കിടക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ കോൺക്രീറ്റ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അപ്രോച്ച് റോഡായിരിക്കും. ചിലവരുടെ ഗേറ്റ് ഒക്കെ നല്ല ദൂരെ ആയിരിക്കും. വീട് നല്ല ഉള്ളിലേക്കാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് കുറെ ദൂരം ഉണ്ടാവും. അപ്പൊ അതൊക്കെ ലാൻഡ് അപ്പർട്ടുനന്റ് ടു എ ബിൽഡിംഗ് എന്നുള്ളതിൽ വരും. ചില വലിയ വീടുകളിലൊക്കെ കണ്ടിട്ടില്ലേ, കുറെ ഗേറ്റ് നല്ല ദൂരെ ആയിരിക്കും, വീട് ഏറ്റവും ബാക്കിലാണെങ്കിൽ അത്രയും ദൂരത്തേക്ക് അവർ നല്ല രീതിയിൽ ഇങ്ങനെ റോഡ് പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള അപ്രോച്ച് റോഡുകൾ എല്ലാം നമുക്ക് ലാൻഡ് അപ്പർട്ടുനന്റ് ബിൽഡിംഗ് എന്നുള്ള ഹെഡിൽ വരും. അതുകൊണ്ട് ഇതെല്ലാം ഹൗസ് പ്രോപ്പർട്ടിയാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വല്ലതും ഉണ്ടോ, അതാണ് ആദ്യത്തെ കാര്യം. നമ്മുടെ കയ്യിൽ വല്ല ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടോ? അപ്പൊ ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ബിൽഡിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ലാൻഡ് സറൗണ്ടഡ് ബൈ വാൾസ് ഹാവിംഗ് റൂഫ് ഓർ നോട്ട്. റൂഫ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ ബിൽഡിങ്ങിനോട് ചേർന്ന് കിടക്കുന്ന ലാൻഡ്, അതായത് കാർ പാർക്കിംഗ് ഏരിയ ആയിരിക്കാം, അല്ലെങ്കിൽ അപ്രോച്ച് റോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗാർഡൻ ആയിരിക്കാം, അങ്ങനെയുള്ള ലാൻഡ്. അപ്പൊ ഇങ്ങനെ വല്ല ഹൗസ് പ്രോപ്പർട്ടിയും നമ്മുടെ കയ്യിലുണ്ടോ, അതാണ് ആദ്യത്തെ കണ്ടീഷൻ. ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്താൽ, ഇതിൽ നോട്ട്സ് വന്നിട്ട് നമുക്ക് ടെക്സ്റ്റിൽ പ്രത്യേകം തന്നിട്ടുണ്ടായിരുന്നു. അതായത് ബിൽഡിംഗ് ഇൻക്ലൂഡ്സ് ആൻ എൻക്ലോഷർ ഓഫ് ബ്രിക്സ്, സ്റ്റോൺ വർക്ക് ഓർ ഈവൻ മഡ് വാൾസ്. അപ്പൊ ബിൽഡിംഗ് എന്താണെന്ന് അവർ പറഞ്ഞിരിക്കുകയാണ്. കല്ല് കൂട്ടി വെച്ചിട്ട് കെട്ടുന്ന ഒരു സംഭവമാണ് ബിൽഡിംഗ്, അല്ലെങ്കിൽ സ്റ്റോൺ വർക്ക് വെച്ചിട്ടായിരിക്കാം. അല്ല ഇനി മണ്ണ് വെച്ചിട്ട് ഇപ്പോൾ ഒക്കെ പുതിയ തരം കണ്ടുപിടുത്തമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, മണ്ണ് വെച്ച് വീട് കെട്ടുന്നതൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളതാണെങ്കിലും അത് ബിൽഡിംഗ് ആയിട്ട് നമ്മൾ എടുക്കും. പിന്നെ ബിൽഡിംഗ് എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയിരിക്കാം, കമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയിരിക്കാം. അപ്പോൾ ബിസിനസ് ചെയ്യാൻ ഒരാൾക്ക് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുകയാണ്. ഞാൻ ബിസിനസ് ചെയ്യല്ല, ഒരാൾക്ക് ബിസിനസ് ചെയ്യാൻ എൻ്റെ ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുത്താൽ അതും എനിക്ക് ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിലാണ് അതിന്റെ ഇൻകം ടാക്സബിൾ ആവും. അപ്പൊ അങ്ങനെ ബിൽഡിംഗ് എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ബിൽഡിംഗ് തന്നെ ആവണമെന്നില്ല, കമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയിരിക്കാം. പിന്നെ വേക്കന്റ് ലാൻഡ് ഇസ് നോട്ട് എ ഹൗസ് പ്രോപ്പർട്ടി. വെറുതെ ഇട്ടിരിക്കുന്ന സ്ഥലം ഹൗസ് പ്രോപ്പർട്ടിയിൽ നമുക്ക് ഒന്നും ടാക്സ് ചെയ്യാൻ പറ്റില്ല. അത് എന്തിനെങ്കിലും ഉപയോഗിക്കണം, എന്നാൽ മാത്രമേ നമുക്കത് ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വേക്കന്റ് ലാൻഡ് ഇവിടെ വരില്ല. പിന്നെ റൂഫ് ഇസ് നോട്ട് നെസസറി ഫോർ എ നോൺ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി. എ ലാർജ് സ്റ്റേഡിയം ഓർ ആൻ ഓപ്പൺ എയർ സ്വിമ്മിംഗ് പൂൾ ഇസ് ഓൾസോ കൺസിഡർഡ് ആസ് ബിൽഡിംഗ്. ഇപ്പൊ ഇത് കണ്ടോ, ഇതുപോലെയുള്ള സ്റ്റേഡിയം, ഇങ്ങനെയുള്ള സ്റ്റേഡിയത്തിന് ഇവിടെ ഒന്നും റൂഫില്ല. അതുപോലെ സ്വിമ്മിംഗ് പൂളിനും ഇവിടെ ഒന്നും റൂഫില്ല. അപ്പൊ നോൺ റെസിഡൻഷ്യൽ ആയിട്ടുള്ള കേസസിൽ നമുക്ക് ഇങ്ങനെ റൂഫ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് സാധാരണ അടച്ചുറപ്പുള്ളത് റെസിഡൻഷ്യൽ പർപ്പസിനുള്ള വീടുകളാണല്ലോ നമുക്ക് അടച്ചുറപ്പായിട്ട് വേണ്ടത്. അപ്പൊ അതിനല്ലേ റൂഫൊക്കെ നിർബന്ധമുള്ളൂ. അപ്പൊ നോൺ റെസിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോ ഇങ്ങനെയുള്ള ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഇതുപോലെ സ്വിമ്മിംഗ് പൂളോ അല്ലെങ്കിൽ പാർക്ക് പോലെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലോ, അപ്പൊ അതിനൊന്നും നമുക്ക് റൂഫ് വേണം നിർബന്ധമില്ല. അപ്പൊ അങ്ങനെയുള്ളതും ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ തന്നെയാണ് വരിക. ഇറ്റ് ഷുഡ് ബി എ പെർമനന്റ് സ്ട്രക്ചർ മെന്റ് ഫോർ എ യൂസ്ഫുൾ പർപ്പസ്. ഒരു പെർമനന്റ് സ്ട്രക്ചർ ആയിരിക്കണം, അത് എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം, അത്രേ ഉള്ളൂ കണ്ടീഷൻ. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിലാക്കി എടുത്തോണ്ട് ഇതിപ്പോ വേക്കന്റ് ലാൻഡ് ആണെന്നൊന്നും നമ്മൾ പറയില്ല. കാരണം ഇത് ഇവിടെ സ്റ്റേഡിയത്തിൽ ആ സ്പോർട്സിന്റെ ഇതിന് ആവശ്യത്തിന് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്നാലും അതിനൊരു പെർട്ടിക്കുലർ യൂസ് ഉണ്ടല്ലോ, അതാണ് നോക്കുന്നത്. Okay. If a building consists of several flats, then each flat is considered as a separate house property. ഒരു വലിയ ബിൽഡിങ്ങിൽ 10 പേർക്കൊക്കെ ഫ്ലാറ്റ് ആക്കിയിട്ട് നമ്മൾ ചിലപ്പോൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഈ 10 വീടും സെപ്പറേറ്റ് ഹൗസ് പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പിന്നെ an incomplete, a ruined or demolished house cannot be termed as house property. ഇപ്പൊ പണി തീരാത്ത വീട്, അതായത് പണി തീരാത്ത ഒട്ടും പണി തീരാത്ത വീട്, താമസിക്കാൻ പാകമല്ലാത്തൊരു വീട്, അല്ലെങ്കിൽ വളരെ പഴയ വീട് മോശമായിട്ട് അത് റൂയിൻ ചെയ്തിട്ടുണ്ടോ വെച്ചാൽ ചെതലൊക്കെ പിടിച്ച് ചിലപ്പോൾ കേടുവന്നതായിരിക്കാം. അല്ലെങ്കിൽ ഡിമോളിഷ് ചെയ്തത് വെച്ചാൽ നമ്മൾ എന്താ പറയാ പൊളിച്ച തരത്തിലുള്ള വീട്, അങ്ങനെ എന്താ പറയാ ഉപയോഗശൂന്യമായിട്ടുള്ളതിനൊന്നും നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി എന്ന് ഇവിടെ പറയുന്നില്ല. പിന്നെ ലാൻഡ് അപ്പർട്ടുനന്റ് ബിൽഡിംഗ് ഇൻക്ലൂഡ്സ് കാർ പാർക്കിംഗ് ഏരിയ, അപ്രോച്ച് റോഡ്, ബാക്ക് യാർഡ് എന്ന് വെച്ചാൽ ബാക്കിലുള്ള സ്ഥലമായിരിക്കാം, കോർട്ട് യാർഡ് എക്സെട്ര അറ്റാച്ച് ടു സച്ച് ബിൽഡിംഗ്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒന്നുകൂടെ ഞാൻ വിട്ടുപോയതുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നോട്ട്സ് എന്ന് പറഞ്ഞ് വീണ്ടും കൊടുത്തുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ബിൽഡിംഗ് എന്ന് വെച്ചാൽ എന്താണെന്ന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പം പ്രധാനമായിട്ട് നമുക്കൊന്നൊരു ബിൽഡിങ്ങിനോട്
ചോർന്ന് കിടക്കുന്ന സ്ഥലം അങ്ങനെയുള്ളതിനൊക്കെയാണ് പറയുന്നത്. പിന്നെ ചില സിറ്റുവേഷനിൽ റൂഫൊന്നും ഇല്ലാത്ത ഓപ്പൺ ഏരിയ ആയിട്ടുള്ള സ്ഥലങ്ങളും നമ്മൾ ബിൽഡിംഗ് അതായത് ഒരു പെർമനന്റ് സ്ട്രക്ചർ ഉണ്ടാവണം. ഇപ്പൊ സ്വിമ്മിംഗ് പൂൾ എന്ന് വെച്ചാലും അതിനൊരു പെർട്ടിക്കുലർ ഷേപ്പും അതിന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ സ്റ്റേഡിയം ആണെങ്കിലും ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. വെറും വേക്കന്റ് ആയിട്ട് കിടക്കുന്ന ഒന്നിനും ഉപയോഗിക്കാത്ത സ്ഥലമൊന്നും ബിൽഡിംഗ് എന്നുള്ളതിലോ അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളതിലോ വരില്ല. അപ്പൊ എന്തൊക്കെ ഹൗസ് പ്രോപ്പർട്ടിയിൽ വരും ഇല്ല എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പൊ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. അടുത്തത് നമുക്കിനി രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് പോവാം. രണ്ടാമത്തെ കണ്ടീഷനിൽ പറയുന്നത് അസസി മസ്റ്റ് ബി ഓണർ ഓർ ഡീംഡ് ഓണർ. അസസി എന്ന് പറയുന്ന ആള് ഓണർ ആയിരിക്കണം അല്ലെങ്കിൽ ഡീംഡ് ഓണർ ആയിരിക്കണം. ഈ പറയുന്ന ഹൗസ് പ്രോപ്പർട്ടിയുടെ ഓണർ ആയിരിക്കണം ഞാൻ, അല്ലെങ്കിൽ ഞാൻ അതിന്റെ ഡീംഡ് ഓണർ ആയിരിക്കണം. അപ്പൊ അതിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കണം നോക്കാം. ആനുവൽ വാല്യൂ ഓഫ് പ്രോപ്പർട്ടീസ് അസസ്ഡ് ടു ടാക്സ് ഓൺലി ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഓണർ ഈവൻ ഇഫ് ഹി ഈസ് നോട്ട് ഇൻ റെസിപ്റ്റ് ഓഫ് എനി ഇൻകം. ഓണറുടെ കയ്യിൽ മാത്രമേ ഈ ഹെഡ് എന്നുള്ള ഇൻകം ടാക്സബിൾ ആവുള്ളൂ. അയാൾക്ക് ഇൻകം ഒന്നും കയ്യിൽ കിട്ടുന്നില്ലെങ്കിൽ പോലും ഓണറുടെ കയ്യിലാണ് എപ്പോഴും ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ടാക്സ് ചെയ്യുക. ഇപ്പൊ ഞാനാണ് ഓണർ, പക്ഷെ വരുമാനം കിട്ടുന്നത് വേറൊരാൾ കാണുമെന്ന് പറഞ്ഞാലും അയാളുടെ കയ്യിൽ അത് ടാക്സ് ചെയ്യാൻ പറ്റില്ല. ഓണറുടെ കയ്യിൽ മാത്രമേ ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡ് എന്നുള്ള ഇൻകം ടാക്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ വേറൊരാൾക്ക് റെന്റ് കിട്ടുന്നുണ്ട്, അയാൾ അതിന്റെ ഓണർ അല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ഇൻകം ഈ ഹെഡിൽ ടാക്സ് ചെയ്യാൻ പറ്റില്ല. ഈ ഹെഡിൽ ടാക്സ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ടാക്സ് ചെയ്യില്ല എന്നല്ല. അപ്പൊ അത് വേറെ ഹെഡിൽ ടാക്സ് ചെയ്യുന്നതാണ് അവിടുത്തെ സെക്കൻഡറി മീനിങ്. അതാണ് അവിടുത്തെ മീനിങ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. അതായത് ഓണറുടെ കയ്യിൽ മാത്രമേ വരുമാനം കിട്ടുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ ടാക്സ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ആർക്കെങ്കിലും ആണ് വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ടാക്സ് ചെയ്യോ ഇല്ലയോ എന്നൊന്നും ഇവിടെ നമ്മൾ പറയുന്നില്ല. അത് ഈ ഹെഡിൽ ടാക്സ് ചെയ്യപ്പെടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർ തന്നെ തന്നിട്ടുണ്ട്, ഇൻകം ഫ്രം സബ്ലെറ്റിംഗ് ഇസ് നോട്ട് ടാക്സബിൾ അണ്ടർ ദിസ് ഹെഡ് ബട്ട് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. സബ്ലെറ്റിംഗ് എന്താണെന്ന് ഞാൻ ഓൾറെഡി ഒരിക്കൽ പറഞ്ഞു തന്നതാണ്, ഒന്നുകൂടെ പറഞ്ഞുതരാം. എനിവേ, ഇപ്പോ ഞാൻ ഒരു ബിൽഡിംഗ് ഒരാൾക്ക് വാടകയ്ക്ക് കൊടുത്തു. ഇപ്പൊ സേ മിസ്റ്റർ രാജുവിന് എന്റെ ബിൽഡിംഗ് ഞാൻ വാടകയ്ക്ക് കൊടുത്തു. രാജു എന്ത് ചെയ്യണം? അവിടെ താമസിക്കണം അല്ലെ? രാജു എന്ത് ചെയ്തു? രാജു അത് വലിയ വീടാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു പോർഷൻ വേറൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തു. ഞാൻ അറിഞ്ഞിട്ടോ ഞാൻ അറിയാതെയോ രാജു അത് വലിയ വീടാന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു പോർഷൻ രാമിന് വാടകയ്ക്ക് കൊടുത്തു. ഓക്കെ, ഇപ്പൊ രാമിന്റെന്ന് ആർക്കാണ് വാടക കിട്ടുന്നുണ്ടാവുക? രാജുവിനാണ് കിട്ടുന്നുണ്ടാവുക. അപ്പൊ രാജുവിന്റെ കയ്യിൽ കിട്ടുന്ന ആ വാടക ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ നമുക്ക് ടാക്സ് ചെയ്യാൻ പറ്റില്ല. പകരം അത് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്നുള്ള ഹെഡിലെ ടാക്സ് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് കാരണം? കാരണം രാജു എന്ന് പറയുന്നത് അവിടെ ഓണർ അല്ല, അയാൾ എന്റേന്ന് വാടകയ്ക്ക് എടുത്തതാണ് അല്ലെ? അതുകൊണ്ട് തന്നെ അയാൾ അത് സബ്ലെറ്റ് ചെയ്തിട്ട് അയാൾ അത് വേറൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ സബ്ലെറ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ അയാൾക്ക് സബ്ലെറ്റിംഗിലൂടെ കിട്ടുന്ന വരുമാനം ഒരിക്കലും ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ ടാക്സ് ചെയ്യാൻ പറ്റില്ല. പകരം അത് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്നുള്ള ഹെഡിലെ രാജുവിന്റെ കയ്യിൽ ടാക്സബിൾ ആവുള്ളൂ. അതേസമയം എന്റെ കയ്യിലാണെങ്കിലോ, എനിക്ക് രാജു വാടക തരും, അത് എന്റെ കയ്യിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ ടാക്സബിൾ ആവും, കാരണം ഞാൻ അവിടെ ഓണറാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കണ്ടീഷൻ നമ്പർ 2 പറയുന്നത് ഞാനൊരു ഓണറോ ഡീംഡ് ഓണറോ ആയിരിക്കണം. അപ്പൊ ഓണർ ഇൻക്ലൂഡ്സ് ലീഗൽ ഓണർ. ലീഗൽ ഓണർ എന്ന് വെച്ചാൽ രജിസ്റ്റേർഡ് ആയിട്ട് എന്റെ പേരിലാണ് എന്താ പറയുക പ്രോപ്പർട്ടി ഉള്ളത്, ആധാരം എന്റെ പേരിലാണെന്നുണ്ടെങ്കിൽ എന്നെ ലീഗൽ ഓണർ എന്ന് പറയും. ബെനിഫിഷ്യൽ ഓണർ എന്ന് വെച്ചാൽ അതിന്റെ ബെനിഫിറ്റ്സ് അനുഭവിക്കുന്നത് ഞാനാണെങ്കിൽ അതിനെ ബെനിഫിഷ്യൽ ഓണർ എന്ന് പറയും. അല്ലെങ്കിൽ ഡീംഡ് ഓണർ എന്താന്നുള്ളതാണ് പിന്നെ നമുക്ക് അറിയേണ്ടത്. അപ്പൊ ഓണറോ ഡീംഡ് ഓണറോ ആണെങ്കിൽ മാത്രമേ അതിൽ നിന്നുള്ള ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളതിൽ ടാക്സബിൾ ആവുള്ളൂ. അപ്പൊ ഡീംഡ് ഓണർ എന്താന്നുള്ളത് നോക്കാം. ഡീംഡ് ഓണർ പറയുന്നത് സെക്ഷൻ 27 അപ്പൊ ആക്ച്വലി സെക്ഷൻ 27 കുറച്ച് വലുതാക്കി തന്നെയാണ് ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ടെക്സ്റ്റ് വായിക്കണം. ഞാനിവിടെ അത് ഫുള്ളി കോപ്പി ചെയ്തിട്ടില്ല, ഹെഡിങ് മാത്രം ഇട്ടിട്ടുള്ളൂ. പക്ഷെ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇത് ക്ലാസ് കേട്ട ശേഷം എനിവേ ടെക്സ്റ്റ് ഒന്ന് റെഫർ ചെയ്യണം. ഫസ്റ്റ് വൺ, ട്രാൻസ്ഫർ ടു സ്പൗസ്. സ്പൗസിന് നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടി വല്ലതും ട്രാൻസ്ഫർ ചെയ്യാണ് ഫോർ ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷൻ. ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ എന്റെ കയ്യിൽ 5 ലക്ഷത്തിന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് വിചാരിക്കുക. 5 ലക്ഷത്തിന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഒരു വീടുണ്ട് വിചാരിക്കുക. ഈ 5 ലക്ഷത്തിന്റെ വീട് ഞാൻ ഫ്രീ ആയിട്ട് എന്റെ സ്പൗസിന് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ എന്റെ സ്പൗസിന് ഞാൻ ഫ്രീ ആയിട്ട് എഴുതി കൊടുക്കണം. അപ്പൊ അത് ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷൻ ആണ് അല്ലെ? അങ്ങനെയുള്ള കേസിൽ ഞാൻ ഫ്രീ ആയിട്ടാണല്ലോ ഈ വീട് അവർക്ക് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അവരായിരിക്കും ചിലപ്പോൾ അതിന്റെ ഓണർ, കാരണം അവരായിരിക്കും അതിന്റെ ലീഗൽ ഓണർ. പക്ഷെ ഞാനാണ് ഈ ഒരു കേസിൽ ഡീംഡ് ഓണർ. ഇപ്പോൾ ആധാരമൊക്കെ അവരുടെ പേരിൽ ആക്കി കൊടുത്തിട്ടുണ്ടാവും,
പക്ഷേ അതിന്റെ ടാക്സബിലിറ്റി, അതിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ടാക്സബിലിറ്റി ഇപ്പോഴും എന്റെ കയ്യിലായിരിക്കും. എന്നെയാണ് ഇവിടെ ഡീംഡ് ഓണർ എന്ന് വിളിക്കുന്നത്. അതായത് ഞാൻ യഥാർത്ഥത്തിൽ ഇവിടെ ഓണർ അല്ല, പക്ഷേ ഫോർ ഇൻകം ടാക്സ് പർപ്പസസ് എന്നെയാണ് അതിന്റെ ഓണറായിട്ട് കണക്കാക്കുള്ളൂ. അതാണ് ഡീംഡ് ഓണർ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ കേസ് വന്നിട്ട് ട്രാൻസ്ഫർ ടു സ്പൗസ് ഫോർ ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷൻ. സ്പൗസിന് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഞാൻ ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷന് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആധാരമൊക്കെ അവരുടെ പേരിലാക്കി കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ എന്നാലും ഇൻകം ടാക്സ് പർപ്പസസിന് എന്നെയാണ് ഓണറായിട്ട് കണക്കാക്കുള്ളൂ. അപ്പൊ അതിന്ന് വല്ല ഇൻകം വരികയാണെങ്കിൽ അത് എന്റെ കയ്യിലാണ് ടാക്സബിൾ ആവുക. അതാണ് ഫസ്റ്റത്തെ കേസ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കേസ് ട്രാൻസ്ഫർ ടു മൈനർ ചൈൽഡ്. ഇപ്പോൾ ഒരു മൈനർ ചൈൽഡിന് പാരന്റ്സ് എന്തെങ്കിലും പ്രോപ്പർട്ടി ഇതുപോലെ ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷൻ എന്ന് വെച്ചാൽ അതിന്റെ വിലയിൽ കുറഞ്ഞ വിലയ്ക്ക്, അപ്പൊ ആ പ്രോപ്പർട്ടിയുടെ വില ഒരു 50 ലക്ഷമാണെന്ന് വിചാരിക്കാം. അപ്പൊ 50 ലക്ഷം അതിന് വില കിട്ടണമല്ലോ. അപ്പൊ മൈനർ ചൈൽഡ് നമുക്കറിയാം അവരുടെ കയ്യിൽ കാശൊന്നും ഉണ്ടാവില്ല തരാൻ. ഇനിയിപ്പോ അവരൊരു കാശ് ഒരു 2 ലക്ഷം രൂപ തന്നു വിചാരിക്കാം, എന്നാലും അതെന്താണ്, ഇന്നാഡിക്വേറ്റ് ആണ്. കാരണം 50 ലക്ഷം രൂപയുടെ സാധനം നമ്മൾ 2 ലക്ഷം രൂപയ്ക്ക് വിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അപ്പൊ അങ്ങനെ ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷനോ അല്ലെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റോ ആയിട്ട് പാരന്റ്സ് മൈനർ ചൈൽഡിന് കൊടുത്തു എന്നുണ്ടെങ്കിൽ ആരുടെ പേരിലാണോ ആരാണോ ഇത് ട്രാൻസ്ഫർ ചെയ്തത് അവരുടെ കയ്യിൽ തന്നെയായിരിക്കും അതിന്റെ ടാക്സബിലിറ്റി വരിക. അപ്പോൾ 50 ലക്ഷത്തിന്റെ വീട് അച്ഛനാണോ കൊടുത്തതെന്നുണ്ടെങ്കിൽ അത് മകന്റെ പേരിലോ അല്ലെങ്കിൽ മൈനർ ആയിട്ടുള്ള മകളുടെ പേരിലോ വീട് പ്രോപ്പർട്ടി ഒക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടാവും. ലീഗൽ ആണത് കുട്ടികൾ തന്നെ ആയിരിക്കാം, പക്ഷെ അതിന്റെ ടാക്സബിലിറ്റി ഇപ്പോഴും പാരന്റ്സിന്റെ കയ്യിലായിരിക്കും. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിപ്പോ പ്രോപ്പർട്ടി കൊടുക്കുന്നതിന് പകരം ക്യാഷ് കൊടുത്തു വിചാരിക്കാം. ക്യാഷ് കൊടുത്തിട്ട് ആ ക്യാഷ് വെച്ചിട്ട് അവരൊരു വീട് വാങ്ങി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സെക്ഷൻ അട്രാക്ട് ആവില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കാം എന്നാ പിന്നെ എല്ലാ കേസിലും അങ്ങനെ ചെയ്താൽ പോരെ, അപ്പൊ പാരന്റ്സിന് പ്രശ്നം വരില്ലല്ലോ, അല്ലെങ്കിൽ ഹസ്ബൻഡിന് അല്ലെങ്കിൽ സ്പൗസിന് പ്രശ്നം വരില്ലല്ലോ. പക്ഷെ അങ്ങനെയല്ല, അവിടെ വേറൊരു സെക്ഷൻ അതിനു വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ക്ലബിംഗ് പ്രൊവിഷൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ ലാസ്റ്റേ പഠിക്കുള്ളൂ. എല്ലാ ഹെഡ് ഓഫ് ഇൻകം കഴിഞ്ഞിട്ടാണ് നമുക്ക് ക്ലബിംഗ് ഒക്കെ വരുന്നത്. അപ്പൊ ക്ലബിങ്ങിൽ അത് ക്ലബായിട്ട് വീണ്ടും ഈ കൊടുത്ത ആൾക്ക് തന്നെ പണി കിട്ടും. അപ്പൊ മനസ്സിലാക്കേണ്ടത്, ഫ്രീ ആയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് വെട്ടിക്കലൊന്നും എനിവേ നടക്കില്ല. കൊടുക്കണ്ടെന്നൊന്നുമല്ല അവർ പറയുന്നത്, കൊടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. പക്ഷെ ടാക്സ് വെട്ടിക്കാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതൊന്നും നടക്കില്ല. അപ്പോൾ ആദ്യത്തെ ട്രാൻസ്ഫർ ടു സ്പൗസ്, രണ്ടാമത്തെ ട്രാൻസ്ഫർ ടു മൈനർ ചൈൽഡ്, രണ്ട് കേസിലും നമ്മൾ ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷൻ ആണ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ട്രാൻസ്ഫറുടെ കയ്യിൽ തന്നെയാണ് അത് അസസബിൾ. അതായത് ട്രാൻസ്ഫർ ചെയ്തത് ആരാണോ അയാളുടെ കയ്യിൽ തന്നെയാണ് അതിൽ വരുന്ന ഇൻകം ടാക്സബിൾ ആവുക. അയാളെ തന്നെയാണ് ഡീംഡ് ഓണറായിട്ട് എടുക്കുക, ഈവൻ ദോ സ്പൗസ് അല്ലെങ്കിൽ മൈനർ ചൈൽഡ് ആയിരിക്കാം അതിന്റെ ലീഗൽ ഓണർ. പിന്നെ ഈ മൈനർ ചൈൽഡിന്റെ കേസിൽ ഒരു കാര്യം കൂടെ അവർ പറയുന്നുണ്ട്. മൈനർ മാരീഡ് ഡോട്ടർ ആണെങ്കിൽ, ഇപ്പൊ മൈനർ ചൈൽഡ് മാരീഡ് ആണെങ്കിൽ മാരീഡ് ഡോട്ടറും ആയിരിക്കണം. അപ്പോൾ മൈനർ എന്ന് പറയുമ്പോൾ 18 വയസ്സിൽ താഴെയുള്ളവരെയാണോ മൈനർ എന്ന് നമ്മൾ പറയുന്നത്. ആക്ച്വലി 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്ക് അപ്പൊ കല്യാണം കഴിക്കാൻ പാടില്ലല്ലോ. 18 വയസ്സ് കഴിഞ്ഞിട്ടേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ നിയമമുണ്ട്. എന്നാലും ചിലവിടെയൊക്കെ റയർ കേസസ് നടക്കാറുണ്ട്. അപ്പൊ 18 വയസ്സിന് മുന്നേ കല്യാണം കഴിച്ച് കൊടുത്തിട്ടുള്ള ഒരു പെൺകുട്ടിക്കാണ്, അതായത് 18 വയസ്സിൽ താഴെയുള്ള കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിക്കാണ് നമ്മൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ 17 വയസ്സായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിക്കാണ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തത് വിചാരിക്കാം. അങ്ങനെയുള്ള കേസിൽ ആ പെൺകുട്ടി തന്നെയാണ് അതിന്റെ ഓണർ. അത് പ്രശ്നമല്ല എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ എന്റെ വിശ്വാസപ്രകാരം മൈനർ മാരേജസ് സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ അത് വലിയ ഇതാക്കി പറയാനില്ല. എനിവേ, അപ്പൊ സ്പൗസിനും മൈനർ ചൈൽഡിനും ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷനോ ട്രാൻസ്ഫർ ചെയ്താൽ ട്രാൻസ്ഫർ തന്നെയാണ് അതിന്റെ ഡീംഡ് ഓണർ, അയാളെ തന്നെയാണ് ഓണറായിട്ട് കണക്കാക്കുക. മൂന്നാമത്തെ പോയിന്റ്, ഹോൾഡർ ഓഫ് ആൻ ഇമ്പാർട്ടബിൾ എസ്റ്റേറ്റ്. ഇമ്പാർട്ടിബിൾ എസ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത പ്രോപ്പർട്ടീനെയാണ് ഇമ്പാർട്ടിബിൾ എന്ന് പറയുന്നത്. പാർട്ട് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, ഡിവിസിബിൾ അല്ലാത്തത്. അപ്പൊ ഈ HUF കേസിലൊക്കെയാണ് കോമൺ നെയിമിൽ പ്രോപ്പർട്ടി ഉണ്ടാവുക. അങ്ങനെ ഇമ്പാർട്ടിബിൾ ആയിട്ടുള്ള എസ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഹോൾഡർ ആരാണോ അവർ തന്നെയാണ് അതിന്റെ ഡീംഡ് ഓണറായിട്ട് കണക്കാക്കുക. അപ്പൊ HUF പേരിലാണ് പ്രോപ്പർട്ടി എന്നുണ്ടെങ്കിൽ അപ്പൊ HUF ആണ് അതിന്റെ ഓണറായിട്ട്, ഡീംഡ് ഓണറായിട്ട് വരിക. അത്രയേ ഉള്ളൂ. നാലാമത്തെ പോയിന്റ്, മെമ്പർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. മെമ്പർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള പോയിന്റിൽ പറയുന്നത്, ഞാനിപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പറാണ്. അവരെനിക്ക് ഹൗസിംഗ് സ്കീം പ്രകാരം ഒരു ഫ്ലാറ്റോ അല്ലെങ്കിൽ ഒരു വീടോ എന്തെങ്കിലും ഒന്ന് അലോട്ട് ചെയ്തു. അപ്പൊ അവരായിരിക്കും, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിലൊക്കെ തന്നെയായിരിക്കും വീട്. അവരെനിക്ക് താമസിക്കാനായിട്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് വീട് തന്നു എന്ന് വിചാരിക്കാം. ഞാൻ അവിടുത്തെ മെമ്പർ ആയതുകൊണ്ട് മാത്രം ഏതെങ്കിലും സ്കീം പ്രകാരം അവരെനിക്ക് താമസിക്കാൻ വീട് തന്നു എന്നുണ്ടെങ്കിൽ എന്നെയാണ്, ഈ മെമ്പറിനെയാണ് ഇവിടെ ഡീംഡ് ഓണറായിട്ട് എടുക്കുക. അപ്പൊ അതിന് വല്ല ഇൻകം വരികയാണെങ്കിൽ അത് എന്റെ കയ്യിലായിരിക്കും ടാക്സബിൾ.
പിന്നെ അഞ്ചാമത്തെ പോയിന്റ് പേഴ്സൺ ഇൻ പൊസഷൻ ഓഫ് എ പ്രോപ്പർട്ടി. പേഴ്സൺ ഇൻ പൊസഷൻ ഓഫ് എ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വരുന്നത് നമ്മളിപ്പോ ഈ വീടൊക്കെ വിൽക്കുന്ന കേസിൽ നമ്മൾ വീട് വിൽക്കാം എന്നുള്ള സെയിൽ എഗ്രിമെന്റ് ഒരു ഡേറ്റിലായിരിക്കും എൻ്റർ ചെയ്യുക. ആക്ച്വലി വിൽപ്പന നടക്കുന്ന ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ ഈ സെയിൽ എഗ്രിമെന്റിൽ എൻ്റർ ചെയ്ത ഉടനെ തന്നെ അവരോട് വന്ന് താമസിച്ചോളം പറഞ്ഞു എന്ന് വിചാരിക്കാം. ഓക്കെ, അവരോട് നിങ്ങൾ വന്ന് താമസിച്ചോളൂ, അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ, അപ്പൊ വന്ന് താമസിച്ചോളൂ, നമുക്ക് പിന്നീട് രജിസ്റ്റർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെ അപ്പൊ ആർക്കാണോ അവിടെ പൊസിഷൻ ഉള്ളത്, അതായത് ബയ്യറിന് ഇപ്പൊ തന്നെ പൊസിഷൻ കിട്ടി, അതായത് ബയ്യറുടെ അടുത്ത് വന്ന് താമസിച്ചോളം പറഞ്ഞാൽ അയാൾക്ക് പൊസിഷൻ കിട്ടിയല്ലോ. അപ്പൊ ആ പൊസിഷൻ കിട്ടിയ ആളെ നമ്മൾ ഡീംഡ് ഓണറായിട്ട് കണക്കാക്കും, ഈവൻ ദോ അവിടെ ഇനിയും പ്രൊസീഡിങ്സ് ബാക്കിയുണ്ട്. അതായത് ബയ്യറുടെ പേരിൽ പ്രോപ്പർട്ടി ആധാരം ഒക്കെ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, എങ്കിലും ഇപ്പൊ അയാള് എന്താണ് നമ്മൾ പവർ ഓഫ് അറ്റോർണി അല്ലെങ്കിൽ എന്താ പറയുക സെയിൽ എഗ്രിമെന്റ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു, അതുപോലെ അഡ്വാൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ എന്താ പറയുക ഈ ഒരു ട്രാൻസാക്ഷൻ എന്തായാലും നടക്കുമെന്ന് ഉറപ്പ് വരുത്തേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ബയ്യർക്ക് പ്രോപ്പർട്ടിയുടെ പൊസിഷനും കിട്ടി, അതായത് അയാൾക്ക് അവിടെ താമസിക്കാനുള്ള ഇതും കിട്ടി, അയാൾ അവിടെ താമസിക്കാനും തുടങ്ങി എന്നുണ്ടെങ്കിൽ ബയ്യറിനെ തന്നെയാണ് നമ്മൾ അവിടെ ഡീംഡ് ഓണറായിട്ട് എടുക്കുക. അതാണ് അഞ്ചാമത്തെ പോയിന്റിൽ പറയുന്നത്. നാലാമത്തത് ലസ്സി ഓഫ് എ ബിൽഡിംഗ്. ലസ്സി എന്ന് ഉദ്ദേശിക്കുന്നത് ലീസിന് എടുത്ത ആളെയാണ് ലസ്സി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിൽഡിംഗ് ലീസിന് എടുക്കുക എന്ന് ഇവർ പറയുന്നത് മിനിമം 12 കൊല്ലത്തേക്കെങ്കിലും നമ്മൾ ലീസിന് എടുക്കണം. അങ്ങനെയാണെങ്കിൽ ലസ്സിനെയാണ് അവിടെ ഡീംഡ് ഓണറായിട്ട് എടുക്കുക. അപ്പോൾ ഒറ്റയടിക്ക് 12 കൊല്ലം വേണമെന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു 8 കൊല്ലത്തിന് ലീസ് എൻ്റർ ചെയ്തു, എന്നിട്ട് അതിന്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് 8 കൊല്ലം കഴിഞ്ഞാൽ 4 കൊല്ലത്തേക്ക് ഒറ്റയടിക്ക് വീണ്ടും പുതുക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ 12 കൊല്ലം നമുക്ക് വരണം, അതാണ് അവർ പറയുന്നത്. അതേസമയം വർഷാവർഷം പുതുക്കാനുള്ള അവസരമാണെങ്കിൽ അതില് ലസ്സി ഡീംഡ് ഓണർ ആവില്ല. നമ്മൾ ലോങ് ടേം, അതായത് മിനിമം 12 ഇയേഴ്സ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ 12 ഇയേഴ്സിന് മേലെ ഞാനൊരു വീട്ടില് ലസ്സി ആയിട്ട്, അതായത് ഞാൻ വീട് പാട്ടത്തിന് എടുക്കുകയാണ്, ലസ്സി ആണ് എന്നുണ്ടെങ്കിൽ എന്നെയാണ് അവിടെ വാടകയ്ക്ക് എടുത്ത ആളെയാണ് അവിടെ ഡീംഡ് ഓണറായിട്ട് കണക്കാക്കുക. അപ്പൊ ഒറ്റയടിക്ക് 12 ഇയേഴ്സ് വേണമെന്നില്ല, എന്നാൽ 1 ഇയർ പറ്റൂല, അതായത് 12 മന്ത്സിൽ താഴെ പറ്റൂല. മിനിമം ഇപ്പോൾ ഒരു 6 ഇയേഴ്സ് 7 ഇയേഴ്സ് എടുത്തിട്ട് ആ 7 ഇയേഴ്സ് കഴിഞ്ഞാൽ വീണ്ടും ഒരു 7 ഇയേഴ്സിലേക്കായിരിക്കും കോൺട്രാക്ട് പിന്നെ പുതുക്കാൻ പറ്റുക. അങ്ങനെയൊക്കെ കണ്ടീഷനാണ്. അതായത് എങ്ങനെയാണെങ്കിലും 12 ഇയേഴ്സിന് മേലെ പോവും എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ മാത്രം ലസ്സിനെയാണ് അവിടെ ഡീംഡ് ഓണറായിട്ട് കണക്കാക്കുക. അപ്പൊ ഡീംഡ് ഓണർ എന്നുള്ളത് ഞാനിവിടെ ഹെഡിങ്സ് മാത്രമാണ് ഇട്ടിട്ടുള്ളത്, നിങ്ങൾ എന്തായാലും ടെക്സ്റ്റ് വായിക്കണം, അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിക്കുമ്പോൾ എന്തായാലും മനസ്സിലാവും. അപ്പോൾ നമുക്ക് കണ്ടീഷൻ നമ്പർ 2 എന്ന് പറയുന്നത് അസസി ഓണർ ആയിരിക്കണം അല്ലെങ്കിൽ ഡീംഡ് ഓണർ ആയിരിക്കണം. ഓണർ എന്ന് പറയുമ്പോൾ എന്റെ പേരിലായിരിക്കണം, ലീഗൽ ഓണർ ആയിരിക്കണം, അല്ലെങ്കിൽ അവർ പറയുന്നത് ഡീംഡ് ഓണർ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഡീംഡ് ഓണർ ഏതൊക്കെ കേസസിലാണെന്നാണ് പറഞ്ഞത്. അപ്പൊ എൻ്റെ കയ്യിൽ പ്രോപ്പർട്ടി വേണം, രണ്ടാമത്തെ കണ്ടീഷൻ ഞാനൊരു ഡീംഡ് ഓണറോ ആയിരിക്കണം, എന്നാൽ മാത്രമേ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എൻ്റെ കയ്യിൽ ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ ടാക്സബിൾ ആവുള്ളൂ. പിന്നെ ഇൻകം ഫ്രം സബ്ലെറ്റിംഗ് എന്നുള്ള ഹെഡ് എന്ന് വരുന്ന ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് ടാക്സബിൾ ആവുക. കാരണം അത് സബ്ലെറ്റിംഗിന്റെ ഇൻകം കിട്ടുന്നത് ഓണർക്കല്ല, പകരം വാടകയ്ക്ക് ഇരുന്ന ആൾക്ക് തന്നെയാണ്. അതുകൊണ്ട് മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് പ്രോപ്പർട്ടി ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരിഡ് ബൈ ദ അസസി. എന്റെ ബിൽഡിങ്, എന്റെ പേരിലുള്ള ബിൽഡിങ് ഞാൻ എന്റെ ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം പിന്നെ എനിക്ക് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ എന്റെ പേരിലുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്, ഞാൻ അത് എന്റെ ബിസിനസ് ചെയ്യാൻ, എന്റെ പലചരക്ക് കട, ഞാനൊരു പലചരക്ക് കട നടത്തുന്നുണ്ട്, അത് എന്റെ ബിൽഡിംഗ് തന്നെയാണെന്ന് വിചാരിക്കാം. പിന്നെ അതിന്റെ ആനുവൽ വാല്യൂവിന് എനിക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ ടാക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് പറയുന്നത്. ഇൻ കേസ് ഇപ്പോ അസസി ഈസ് എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് ലെറ്റിംഗ് ഔട്ട് ഓഫ് ദ പ്രോപ്പർട്ടി, ഞാൻ എന്താ പറയാ വാടകയ്ക്ക് കൊടുക്കലാണ് എന്റെ ബിസിനസ്. ഇപ്പൊ ഒരു 3 കടമുറികളുണ്ട്, 3 മുറികളും ഞാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കേസ് ആണെങ്കിൽ കുഴപ്പമില്ല, അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിലാണ് ടാക്സബിൾ ആവുക. അതേസമയം വേറെ എന്തെങ്കിലും ബിസിനസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ എനിക്ക് ടാക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ എന്റെ സ്ഥലത്തിൽ ഞാൻ എന്റെ ബിസിനസ് ചെയ്യുന്നുണ്ട്, അതുകൂടാതെ ഞാൻ അവിടെ എന്റെ എംപ്ലോയീസിന് എന്തെങ്കിലും ആവശ്യത്തിന് ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അവർക്ക് ഇപ്പോൾ ബിൽഡിങ്ങോ വല്ലതും കെട്ടി കൊടുത്തിട്ട് അവർക്ക് താമസിക്കാൻ ഞാൻ സൗകര്യം ഏർപ്പാടാക്കി കൊടുത്തിട്ടുണ്ട്. അവരവിടെ താമസിക്കേണ്ടത് എന്റെ കൂടെ ആവശ്യമാണ്, എന്നാലേ അവർ സമയത്തിന് പണിക്ക് വരുള്ളൂ. അതുകൊണ്ട് ഞാൻ അവരെ അവിടെ തന്നെ താമസിപ്പിച്ചിരിക്കുകയാണ് വിചാരിക്കുക. അപ്പൊ നമ്മൾ ക്വാർട്ടേഴ്സ് ഒക്കെ കൊടുക്കുന്ന മാതിരി. അപ്പോൾ ഞാൻ എന്റെ എംപ്ലോയീസിന് അവിടെ തന്നെ താമസിക്കാൻ വേണ്ടിയിട്ട് ക്വാർട്ടേഴ്സ് പോലെ റൂമുകളൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള ഹെഡിലേ വരുള്ളൂ.
വരുള്ളൂ, ബിസിനസ് ഓഫ് പ്രൊഫഷൻ എന്നുള്ള ഹെഡിലേ വരുള്ളൂ. കാരണം അത് എന്റെ ബിസിനസ്സിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ തന്നെ താമസിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഗവൺമെന്റ് ഏജൻസീസിനൊക്കെ ചിലപ്പോൾ ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കും. അതായത് ഇപ്പോൾ നാഷണലൈസ്ഡ് ബാങ്ക് ആയിരിക്കാം, പോലീസ് സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ്, എക്സൈസ് ഓഫീസ്, റെയിൽവേ സ്റ്റാഫ് ക്വാർട്ടേഴ്സ്. അപ്പൊ ഇങ്ങനെ ഇപ്പോൾ ബാങ്ക്, പോലീസ് സ്റ്റേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എന്റെ ബിസിനസ്സിനെ സഹായിക്കുന്നതല്ലേ. കാരണം ബാങ്ക് ഒക്കെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനോ എടുക്കാനോ ഒക്കെ എളുപ്പമായിരിക്കില്ലേ. അവർ ആ ഒരു പോയിന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ എന്റെ ബിൽഡിങ്ങിന്റെ ഒരു ഭാഗം ഇങ്ങനെ പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ നാഷണലൈസ് ബാങ്കിനോ പോസ്റ്റ് ഓഫീസിനൊക്കെ വാടകയ്ക്ക് കൊടുത്താൽ അത് എന്റെ ബിസിനസ്സിനെ ഒന്നുകൂടെ സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്നൊക്കെ കിട്ടുന്ന ഇൻകം ആണെങ്കിൽ അത് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള ഹെഡിൽ ടാക്സ് ചെയ്താൽ മതി. ഈവൻ ദോ അത് എന്റെ ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും എനിക്കത് ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ ടാക്സ് ചെയ്യണ്ട, PGBP എന്നുള്ള ഹെഡിൽ ടാക്സ് ചെയ്താൽ മതി. അതുപോലെ ലെറ്റിംഗ് ഔട്ട് ടു ആൻസിലറി യൂണിറ്റ്സ്, അതായത് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന്റെ കോമ്പണന്റ് പാർട്സ് ഉണ്ടാക്കുന്ന വല്ല ആൻസിലറി യൂണിറ്റ്സിനും ഞാൻ എന്തെങ്കിലും എന്റെ സ്ഥലം വാടകയ്ക്ക് കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്ന് കിട്ടുന്ന ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള ഹെഡിലേ വരുള്ളൂ, അല്ലാതെ ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളതിൽ വരില്ല. കാരണം അവിടെ ആൻസിലറി യൂണിറ്റ് എന്റെ തൊട്ടടുത്ത് വേണ്ടത് എന്റെ കൂടെ ആവശ്യമാണ്. കാരണം ഞാൻ ഉണ്ടാക്കുന്ന മെയിൻ പ്രോഡക്റ്റിന്റെ കോമ്പണന്റ്സ് ആണ് അവരുണ്ടാക്കുന്നത്, അല്ലെ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനിയാണെന്ന് വിചാരിക്കാം. അപ്പൊ കാറിന്റെ ഒക്കെ കേസിൽ നമുക്കറിയാം അവർ പൊതുവെ അസംബ്ലിംഗ് ആണ് ചെയ്യുക, അല്ലെ. ഇപ്പം ചെറിയ ചെറിയ പാർട്ടൊക്കെ അവർ വേറെ ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ചെറിയ ചെറിയ ഇപ്പൊ ടയർ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഞാൻ എന്റെ ബിസിനസിന്റെ അടുത്ത് തന്നെ ഞാൻ സ്ഥലം വാങ്ങിച്ചിട്ട് അവരുടെ അടുത്ത് അവിടെ തന്നെ ബിസിനസ് നടത്തണം പറഞ്ഞ് അവർക്ക് വാടകയ്ക്ക് കൊടുത്തു. അതുപോലെ ഈ പെയിന്റിന്റെ കാര്യങ്ങൾ നോക്കാൻ അതിനും എന്റെ അടുത്ത് തന്നെ ഞാൻ അത് ചെയ്യുന്ന ആൾക്കാർക്ക് വാടകയ്ക്ക് കൊടുത്തു. അപ്പൊ അങ്ങനെ ആ വാടക ഇനത്തിൽ കിട്ടുന്ന ഇൻകം ആണെങ്കിൽ പോലും അത് നമുക്ക് ബിസിനസ് ഓഫ് പ്രൊഫഷൻ എന്നുള്ള ഹെഡിൽ കാണിക്കാം. കാരണം ഈ പറയുന്ന എല്ലാം എന്റെ ബിസിനസിനെ അസിസ്റ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ചെയ്യുന്നത്, അല്ലെ. അപ്പോൾ പ്രോപ്പർട്ടി നമ്മൾ നമ്മുടെ ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടിയിട്ടാണ് വാടകയ്ക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിന്ന് കിട്ടുന്ന ഇൻകം നമുക്ക് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള ഇൻകത്തിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഇൻകത്തിൽ എടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഞാനിപ്പോ വാടകയ്ക്ക് കൊടുക്കലാണ് എന്റെ ബിസിനസ്, അതായത് വെറുതെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ കാര്യത്തിനും ഒന്നും അല്ലാതെ ഇപ്പോ സാധാരണ ആൾക്കാർക്ക് താമസിക്കാനോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ബിസിനസ്, നമുക്ക് ഒരു ബന്ധവും ഒരു ബിസിനസ് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ് ഒന്നും അല്ലാത്ത വേറെ എന്തെങ്കിലും ആൾക്കാർക്കാണ് ഞാൻ കൊടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ അതിന്ന് കിട്ടുന്ന ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളതിൽ തന്നെയാണ് ടാക്സബിൾ. അപ്പൊ നമ്മളിവിടെ 3 കണ്ടീഷനാണ് ഇപ്പൊ പറഞ്ഞത്. ഫസ്റ്റത്തെ കണ്ടീഷൻ ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ അതിന്റെ ഓണർ ആയിരിക്കണം അല്ലെങ്കിൽ ഡീംഡ് ഓണർ ആയിരിക്കണം. മൂന്നാമത്തത് പറഞ്ഞത് നമ്മൾ അവിടെ നമ്മുടെ സ്ഥലത്ത് ബിസിനസ് ഓഫ് പ്രൊഫഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ പാടില്ല, നമ്മൾ അവിടെ ബിസിനസ് ഓഫ് പ്രൊഫഷൻ ചെയ്യാൻ പാടില്ല. ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിന്ന് കിട്ടുന്ന ആനുവൽ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിലാണ് ടാക്സബിൾ ആവുക. ഇത് മൂന്നും ഇപ്പൊ നിങ്ങൾ 3 കണ്ടീഷൻ ഉണ്ട് പറഞ്ഞു, മൂന്നും നമ്മൾ നല്ല രീതിക്ക് നോക്കിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ ആ സെക്ഷൻ 22 അതായത് ചാർജബിലിറ്റിയിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ലൈൻ ഒന്നുകൂടെ വായിച്ചു നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി കിട്ടും. അടുത്തത് നമുക്ക് ചില സ്പെഷ്യൽ കേസസ് ആണ് നോക്കാനുള്ളത്. അടുത്തത് അതിലേക്ക് പോവാം. ഇപ്പൊ സ്പെഷ്യൽ കേസസിൽ ഫസ്റ്റത്തെ ഫോറിൻ പ്രോപ്പർട്ടി. ഇപ്പൊ ഫോറിൻ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ അത് ആരുടെ കയ്യിലാണ് ടാക്സബിൾ എന്നുള്ളതാണ്. ഇപ്പൊ ഫോറിൻ പ്രോപ്പർട്ടി ഓർഡിനറി റെസിഡന്റിന്റെ ആണെന്നുണ്ടെങ്കിൽ അത് എല്ലാ കേസസിലും ടാക്സബിൾ ആണ്. അത് നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പഠിക്കുമ്പോൾ തന്നെ പറഞ്ഞ കാര്യമാണ്. ഓർഡിനറി റെസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്ന് എന്ത് ഇൻകം കിട്ടിയാലും അത് ടാക്സബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഫോറിൻ പ്രോപ്പർട്ടി ആണെങ്കിൽ ഓർഡിനറി റെസിഡന്റിന്റെ കേസിൽ ഓൾവേസ് ടാക്സബിൾ. നോൺ റെസിഡന്റോ നോട്ട് ഓർഡിനറി റെസിഡന്റോ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ കിട്ടുകയാണെങ്കിൽ മാത്രമേ അത് ടാക്സബിൾ ആവുള്ളൂ. അപ്പൊ നമുക്ക് ഫോറിനിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ റിസീവ് ചെയ്യുകയാണെങ്കിൽ ഇൻകം ഇന്ത്യയിൽ റിസീവ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതിന് ടാക്സബിലിറ്റി ഉള്ളൂ. അതാണ് ഫോറിൻ പ്രോപ്പർട്ടിയുടെ കേസ്. ഇനി ഡിസ്പ്യൂട്ടഡ് ഓണർഷിപ്പ്, അതായത് ആരാണ് ഓണർ എന്നുള്ളതിൽ ഒരു ഡിസ്പ്യൂട്ട് നിലനിൽക്കുകയാണ് വിചാരിക്കുക. ആരാണ് ഓണർ എന്നുള്ളത് നമുക്കിപ്പോൾ അറിയില്ല, അത് ഡിസ്പ്യൂട്ടഡ് ആണ്, അതായത് അത് കോടതിയിൽ പെൻഡിങ് നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കേസിൽ ആരാണോ ഇപ്പോ പ്രോപ്പർട്ടി എൻജോയ് ചെയ്യുന്നത്, അതായത് ആരുടെ പൊസഷനിലാണോ ഇപ്പോൾ അത് ഉള്ളത്, ആരാണോ അത് ഉപയോഗിക്കുന്നത്, ഇപ്പൊ 2 ഓണേഴ്സിൽ ഒരാൾ ഇപ്പൊ അത് ഉപയോഗിക്കുന്നുണ്ടാവില്ല, അപ്പൊ ആരാണോ അത് ഉപയോഗിക്കുന്നത് അയാളെ തൽക്കാലത്തേക്ക് ഓണറായിട്ട് കണക്കാക്കും. അയാൾക്കാണ് അതിന്റെ ടാക്സബിലിറ്റി വരുന്നത്, അയാളെയാണ് അതിനുള്ള ഇൻകം അല്ലെങ്കിൽ അതിന്റെ ആനുവൽ വാല്യൂ അയാളുടെ കയ്യിലായിരിക്കും അസസബിൾ. അപ്പൊ ആരാണോ ആ പ്രോപ്പർട്ടി പൊസസ് ചെയ്യുന്നത്, ആരുടെ പേര് ഇപ്പൊ ആരാണോ അത് പൊസസ് ചെയ്യുന്നത്, അപ്പൊ ആരാണോ അതിന്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യുന്നത് അല്ലെങ്കിൽ പൊസസ് ചെയ്യുന്നത് അയാളെയാണ് അവിടെ ഓണറായിട്ട് കണക്കാക്കുക. അയാളായിരിക്കും അവിടെ ടാക്സ് അസസ് ചെയ്യപ്പെടുന്നതും. ഡിസ്പ്യൂട്ടഡ് ഓണർഷിപ്പിന്റെ കേസിൽ അങ്ങനെയാണ്.
അടുത്തത് കമ്പോസിറ്റ് റെന്റ്. കമ്പോസിറ്റ് റെന്റ് എന്ന് വെച്ചാൽ നമ്മൾ ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കുന്നതിനോടൊപ്പം വേറെയും എന്തെങ്കിലും സാധനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീടാണ് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ബിൽഡിങ്ങും ഉണ്ട്, കൂടെ കുറേ സാധനങ്ങളും ഉണ്ട്. ഇപ്പൊ നമ്മൾ ടേബിള്, ചെയർ അല്ലെ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ചില സർവീസസ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവും. ഇപ്പൊ ലിഫ്റ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി സർവീസസ് അങ്ങനെയുള്ളത് കൊടുക്കുന്നുണ്ടാവാം. അപ്പൊ അങ്ങനെ നമ്മൾ ബിൽഡിങ്ങിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള അസറ്റ്സോ അല്ലെങ്കിൽ സർവീസസോ കൂടെ റെന്റിന് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് കമ്പോസിറ്റ് റെന്റ് എന്ന് പറയുന്നത്. കമ്പോസിറ്റ് റെന്റിങ് അല്ലെങ്കിൽ കമ്പോസിറ്റ് റെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വാടക കിട്ടുന്നത് ആ ബിൽഡിങ്ങിനും അതുപോലെ തന്നെ ആ കൊടുത്തിട്ടുള്ള അസറ്റ്സിനും എല്ലാത്തിനും കൂടെ ചേർത്തിയിട്ടായിരിക്കും അല്ലെ. അതിനാണ് നമ്മളപ്പോ കമ്പോസിറ്റ് റെന്റ് എന്ന് പറയുന്നത്. അപ്പൊ റെന്റ് ഫോർ ബിൽഡിംഗ് പ്ലസ് റെന്റ് ഫോർ അസറ്റ്സ് അല്ലെങ്കിൽ ചാർജസ് ഫോർ വേരിയസ് സർവീസസ്. അപ്പൊ അതിനെയാണ് നമ്മൾ കമ്പോസിറ്റ് റെന്റ് എന്ന് പറയുന്നത്. അപ്പൊ കമ്പോസിറ്റ് റെന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ടാക്സബിലിറ്റി എങ്ങനെയാണ്? ഫസ്റ്റത്തെ കേസ് വന്നിട്ട് ലെറ്റ് ഔട്ട് ബിൽഡിംഗ് വിത്ത് സെപ്പറബിൾ അസറ്റ്. നമ്മൾ ബിൽഡിങ്ങും അസറ്റ്സും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അസറ്റ്സ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടേബിളും ചെയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ വെക്കാം, അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, അത് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് അല്ലെ. അതേസമയം നമുക്കിപ്പോൾ ലിഫ്റ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വല്ലതും, ഇപ്പൊ ലിഫ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് പോകാൻ പറ്റുമോ? ശരി, ഇവിടെ ലിഫ്റ്റ് വേണ്ടത് എടുത്തിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറ്റില്ലല്ലോ. അത് അവിടെ ഒരു ഫിക്സഡ് സ്ട്രക്ചർ പോലെ തന്നെയല്ലേ. അപ്പോൾ സെപ്പറബിൾ അസറ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇൻ കേസ് ഓഫ് സെപ്പറബിൾ അസറ്റ് ആണെങ്കിൽ, അതായത് ഇപ്പോൾ ടേബിൾ, ചെയർ, അതുപോലെ വേറെ ഫ്രിഡ്ജോ ടിവിയോ അങ്ങനെ എന്ത് അസറ്റ് ആണെങ്കിലും ശരി, അങ്ങനെ ബിൽഡിങ്ങും അസറ്റും സെപ്പറബിൾ ആണ് എന്നുള്ള കേസിൽ എങ്ങനെയാണ്, അതുപോലെ രണ്ടും ഇൻസെപ്പറബിൾ ആണെങ്കിൽ അങ്ങനത്തെ കേസിൽ എങ്ങനെയാണ്? ഫസ്റ്റത്തെ കേസിൽ സെപ്പറബിൾ അസറ്റ് ആണെന്നുണ്ടെങ്കിൽ കമ്പോസിറ്റ് റെന്റും സെപ്പറബിൾ ആണ്. അതായത് അവർ എനിക്ക് വാടക തരുന്നത് ബിൽഡിങ്ങിന് ഇത്ര രൂപ, അതുപോലെ അസറ്റ്സിന് ഇത്ര രൂപ, അങ്ങനെ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് അവർ തരുന്നത്, ഒന്നിച്ചിട്ടല്ല. ബിൽഡിങ്ങിന് ഇത്ര രൂപ നമ്മൾ കണക്കാക്കിയിട്ട് പറയും, അതുപോലെ അസറ്റ് ഒക്കെ ഞാൻ തന്നതിന് ഇത്രയാണ് വാടക, അതിന് വേറെ കണക്കാക്കിയിട്ട് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിൽഡിംഗിൽ നിന്ന് കിട്ടുന്ന റെന്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിലാണ് ടാക്സ് ചെയ്യുക. അതുപോലെ വേറെ അസറ്റിന്റെ അല്ലെങ്കിൽ വേറെ സർവീസസ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സെക്യൂരിറ്റി സർവീസസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബില്ല് പേ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന സർവീസ് ആയിരിക്കാം, എന്ത് വേണമെങ്കിലും, അങ്ങനെ എന്ത് സർവീസസ് വേണമെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അതിന്ന് കിട്ടുന്ന ഇൻകം നമുക്ക് PGBP അല്ലെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സസിലായിരിക്കും ടാക്സബിൾ. അത് ആസ് ദ കേസ് മേ ബി. എനിവേ ബിൽഡിങ്ങിന്റെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലും, ബാക്കി അതർ അസറ്റ് അല്ലെങ്കിൽ സർവീസസ് PGBP അല്ലെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സസിലായിരിക്കും. അപ്പൊ കമ്പോസിറ്റ് റെന്റും സെപ്പറബിൾ ആണെങ്കിൽ മാത്രം, അതായത് അസറ്റും ബിൽഡിങ്ങിന്റെയും റെന്റ് നമ്മൾ വേറെ വേറെയാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്, അവരത് രണ്ടും വേറെ വേറെയാണ് നമുക്ക് തരുന്നത്, അതായത് അത് സെപ്പറബിൾ ആണ്, അങ്ങനെയുള്ള കേസിലാണ് ഇത്. ഇൻ കേസ് ഇപ്പൊ കമ്പോസിറ്റ് റെന്റ് സെപ്പറബിൾ അല്ല, അതായത് നമ്മൾ എല്ലാത്തിനും കൂടെ ഒരൊറ്റ തുകയാണ് വാങ്ങിക്കുന്നത്, അതിൽ എത്രയാണ് ബിൽഡിങ്ങിന്, അതുപോലെ എത്രയാണ് അസറ്റിന്, അല്ലെങ്കിൽ എത്രയാണ് സർവീസസിന് എന്നൊന്നും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അറിയില്ല. അപ്പൊ ഞാൻ മാസം ഒരു 10,000 രൂപ വാങ്ങിക്കുന്നുണ്ട്, അതിൽ ബിൽഡിങ്ങിന് ഇത്ര അസറ്റിന് എന്നൊന്നും പറഞ്ഞിട്ടില്ല, എല്ലാത്തിനും കൂടെ ചേർത്തിട്ടാണ് ഈ എമൗണ്ട് വാങ്ങിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കേസിൽ അപ്പൊ നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ എന്താ കാണിക്കേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ ഫുള്ളി നമ്മൾ PGBP അല്ലെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സസ് ആസ് ദ കേസ് മേ ബി അതിലാണ് ടാക്സബിൾ. അപ്പൊ PGBP-യിലാണോ ഇൻകം ഫ്രം അതർ സോഴ്സസിലാണോ എന്നുള്ളത് നമ്മൾ ആ റെസ്പെക്റ്റീവ് ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാക്കും. തൽക്കാലത്തേക്ക് നമുക്ക് ഇവിടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ എന്താണ് വരിക എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ഫസ്റ്റത്തെ കേസ് എന്ന് പറയുന്നത് ലെറ്റിംഗ് ഔട്ട് ബിൽഡിംഗ് അലോങ് വിത്ത് സെപ്പറബിൾ അസറ്റ്. സെപ്പറബിൾ ആയിട്ടുള്ള അസറ്റും ബിൽഡിംഗും കൂടെ നമ്മൾ ഒന്നിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള രണ്ട് കേസസ് ആണ് പറഞ്ഞത്. രണ്ടാമത്തെ കേസ് വന്നിട്ട് ലെറ്റ് ഔട്ട് ബിൽഡിംഗ് വിത്ത് ഇൻസെപ്പറബിൾ അസറ്റ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, അതായത് അതിന്റെ കൂടെ തന്നെയാണ് അസറ്റ് ഉണ്ടാവുള്ളൂ, നമുക്ക് അസറ്റ് ഒന്നും സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള വല്ല ബിൽഡിംഗും ആണ് നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്യുന്നത്. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ലിഫ്റ്റോ അല്ലെങ്കിൽ എസ്കലേറ്റർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അങ്ങനെയുള്ള കേസിൽ അതിന്ന് നമുക്ക് ലെറ്റ് ഔട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് റെന്റ് എന്ന് പറയുന്നത് PGBP അല്ലെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സസിലായിരിക്കും ടാക്സബിൾ. ഇപ്പൊ അതിന് അവർ എക്സാമ്പിൾ വന്നിരിക്കുന്ന ഓഡിറ്റോറിയം, ഹോട്ടൽ റൂം അല്ലെ. ഇപ്പൊ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫുള്ളി ഫർണിഷ്ഡ് ആയിരിക്കില്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ എനിക്ക് കട്ടിലൊന്നും വേണ്ട, ഞാൻ കട്ടിൽ യൂസ് ചെയ്യില്ല, നിലത്ത് കടന്നോളാം എന്ന് പറഞ്ഞാൽ അവർക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല. അവിടെ ബിൽഡിംഗ് എന്ന് പറയുന്നത്, അവിടെ ഒരു റൂം എന്ന് പറയുന്നത് അങ്ങനെയാണ് അവർ നമുക്ക് തരുള്ളൂ അല്ലെ. അപ്പൊ അതിന്ന് കിട്ടുന്ന ഇൻകം എപ്പോഴും PGBP അല്ലെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് ടാക്സബിൾ ആവുക, അല്ലാതെ അവർക്ക് അതിനെ ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളതിൽ ചേർക്കാൻ പറ്റില്ല. കാരണം അവിടെ എന്താണ്, ബിൽഡിംഗ് മാത്രമല്ല വാടക തരുന്നത്, കൂടെ അസറ്റ്സും കൂടെ തരുന്നുണ്ട്. അതേപോലെ ഓഡിറ്റോറിയം, ഇപ്പൊ കല്യാണത്തിന്റെ ഒക്കെ ഓഡിറ്റോറിയം എന്ന് പറയുമ്പോൾ അവിടെ ചെയറും കാര്യങ്ങളൊക്കെ അവർ തന്നെ വെച്ചിട്ടുണ്ടാവും അല്ലെ. ഞങ്ങൾക്ക് ചെയർ വേണ്ട, ഞങ്ങൾ വേറെ കൊണ്ടുവരാന്ന് ആരെങ്കിലും പറയാൻ നോക്കോ? ഇല്ല. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാലും ആ ഓഡിറ്റോറിയത്തിന്റെ ഉടമയ്ക്ക് അവിടെ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് ഒരിക്കലും ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളതിൽ ടാക്സ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഓഡിറ്റോറിയത്തിന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന്റെ ആകൃതി ആണെങ്കിലും അതുപോലെ സ്റ്റേജ് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് അവരവിടെ നമുക്ക് കൂടെ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഇൻകം അവർക്ക് PGBP അല്ലെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്നുള്ള ഹെഡിലാണ്
ടാക്സബിൾ ആവാം. അപ്പോൾ കമ്പോസിറ്റ് റെന്റിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതും ഒരു സ്പെഷ്യൽ കേസ് ആയിരുന്നു. അടുത്തത് കോ ഓണർഷിപ്പ്. കോ ഓണർഷിപ്പ് എന്ന് പറയുന്നത് സെക്ഷൻ 26. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. അതായത് കോ ഓണർഷിപ്പ് എന്ന് വെച്ചാൽ ജോയിന്റ് ഓണർഷിപ്പ്. ഒരു പ്രോപ്പർട്ടിക്ക് ഒന്നിൽ കൂടുതൽ ഉടമസ്ഥരുണ്ടെങ്കിൽ, ഓണേഴ്സ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ഓണേഴ്സ് ഉണ്ട് എന്ന് വെച്ചാൽ ഇത് ആരുടെ കയ്യിൽ ടാക്സബിൾ ആവും? 2 പേരുടെ കയ്യിലും ടാക്സബിൾ ആവും. ഓരോരുത്തർക്കും എത്രയാണ് ഷെയർ എന്നുള്ളത് നമുക്ക് അറിയുമല്ലോ. അതായത് നമുക്ക് അവരുടെ രജിസ്റ്റർ ചെയ്ത ആ ഒരു ഡീഡ് ഉണ്ടാവുമല്ലോ, ഓണർഷിപ്പ് ഡീഡിൽ ആധാരം എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ ആധാരത്തിൽ ഓരോരുത്തർക്കും എത്ര വിഹിതം എന്നുള്ളത് അതിലുണ്ടാവും. അപ്പൊ അതിനെ ബേസ് ചെയ്ത് അത് നമുക്ക് അറിയുന്നതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ഷെയർ എത്രയാണോ അതിനനുസരിച്ചിട്ട് അവർ ആ പോർഷൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ കാണിച്ചിട്ട് അതിന് ടാക്സ് അടയ്ക്കുക. അപ്പൊ ഇങ്ങനെ കോ ഓണർഷിപ്പിന്റെ ക്വസ്റ്റ്യൻ എങ്ങാനും നിങ്ങൾക്ക് പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ഓണറേ ഉള്ളൂ എന്നുള്ള രീതിയിൽ പ്രോബ്ലം മൊത്തം ചെയ്യണം. എന്നിട്ട് ഫൈനലി നമുക്ക് ടാക്സബിൾ ആയിട്ടുള്ള എമൗണ്ട് കണ്ടുപിടിച്ച ശേഷമാണ് വീതിച്ച് കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ഫസ്റ്റ് തന്നെ നമ്മളിപ്പോ വാടക കിട്ടുന്നത് പാതി പാതി അങ്ങനെയൊന്നും എടുക്കണ്ട. ഒരു വീട് എന്ന് പറഞ്ഞാൽ അതിൽ 2 ഓണേഴ്സ് ഉണ്ട്, ഒരാൾക്ക് 60%, ഒരാൾക്ക് 40% ആണെന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാം കണ്ടുപിടിച്ച ശേഷം ഫൈനലി വരെ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് വരെ ചെയ്തിട്ട് വേണം സെപ്പറേറ്റ് ചെയ്ത് ആദ്യത്തെ ആൾക്ക് രണ്ടാമത്തെ ആൾക്ക് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യാൻ. ഫസ്റ്റ് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇതിൽ അവർ ടാക്സ് ട്രീറ്റ്മെന്റ് തോന്നുന്ന ഒരു നോട്ട് തന്നിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് ഒരു പരിധിവരെ മാത്രമേ ഇപ്പൊ മനസ്സിലാവുള്ളൂ, കാരണം ഇതിൽ നമ്മൾ ചില സെക്ഷൻസ് പഠിക്കാത്ത സെക്ഷൻസിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. എനിവേ ഇപ്പൊ ഒന്ന് വായിച്ചു വെക്കാം. ഫുൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രോബ്ലം നമുക്ക് വരും. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് അത് ക്ലിയർ ആവും. Share of each co-owner in the income from property as computed in accordance with section 22 to 25 shall be included in his total income. അതാണ് ഇപ്പൊ പറഞ്ഞത്. ഓരോ co-ownerയുടെ ഹെഡിലും കയ്യിലും അത് ടാക്സബിൾ ആണ്. അതുകൊണ്ട് അവരുടെ രണ്ടുപേരുടെയും ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുന്ന സമയത്ത് ഇത് ഇൻക്ലൂഡ് ചെയ്യണം. Where the house property is owned by co-owners and is occupied by each of the co-owner, then all of them can claim benefit under section 23(2)(a) and interest on loan shall be allowed to all the co-owners to the extent of 30,000 or 2 lakh as the case may be. നമ്മൾ സെക്ഷൻ 23(2)(a) പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാ co-ownersഉം ഓക്യുപ്പൈ ചെയ്യുന്ന ബിൽഡിംഗ് ആണ്. ഇപ്പൊ രണ്ടുപേരും ഓണേഴ്സ് ആണ്, അവർ രണ്ടുപേരും ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെ കയ്യിലും അതിനുള്ള ഇൻകം ടാക്സബിൾ ആണെന്ന് പറഞ്ഞു. ഇൻകം അല്ലെങ്കിൽ അതിന്റെ ആനുവൽ വാല്യൂ ടാക്സബിൾ ആണ്. അതുകൊണ്ട് അതുപോലെ തന്നെ രണ്ടുപേർക്കും ഡിഡക്ഷനും എടുക്കാൻ പറ്റും. അപ്പൊ ഈ ഡിഡക്ഷന്റെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നേ ഉള്ളൂ. അപ്പൊ അവിടെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ കേസ് ഒന്നുകൂടെ പറഞ്ഞുതരാം. തൽക്കാലത്തേക്ക് കോ ഓണർഷിപ്പ് എന്താന്നൊക്കെ ഉള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ബാക്കിയുള്ളത് നമ്മൾ അവിടെ പഠിക്കുമ്പോഴേ നമുക്ക് ക്ലിയർ ആവുള്ളൂ. പിന്നെ ഈ സെക്ഷൻ 26, അതായത് കോ ഓണർഷിപ്പിന്റെ സെക്ഷൻ എന്ന് പറയുന്നത് മാൻഡേറ്ററി സെക്ഷൻ ആണ്. ഇത് ഓപ്ഷനിലൊന്നും അല്ല, എല്ലാവരും ഇത് കംപ്ലൈ ചെയ്തേ പറ്റൂ. അപ്പൊ കോ ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് രണ്ടുപേരും ഈ പറഞ്ഞ പോലെ നമ്മൾ അവരുടെ ഷെയറിനനുസരിച്ച് അവർക്ക് എത്രയാണോ ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം അത് അവരുടെ റിട്ടേണിൽ കാണിക്കാനും അതിന് ടാക്സ് അടയ്ക്കാനും അവർ ബാധ്യസ്ഥരാണ്. അടുത്തത് പാർട്ട്നേഴ്സ് പ്രോപ്പർട്ടി യൂസ്ഡ് ബൈ ദ ഫേം. ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ട്ണറുടെ ബിൽഡിംഗ് ആണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഞാനും വേറൊരാളും പാർട്ട്നേഴ്സ് ആണ്. എൻ്റെ ബിൽഡിങ്ങിലാണ് ഞങ്ങൾ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള ഇൻകം അല്ലെങ്കിൽ അതിന്റെ ആനുവൽ വാല്യൂ എൻ്റെ കയ്യിൽ ടാക്സബിൾ ആവുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം എൻ്റെ പ്രോപ്പർട്ടി ഞാൻ എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അല്ലെ? ഈവൻ ദോ ഇതൊരു പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും അങ്ങനെയുള്ള വ്യത്യാസം നമ്മളിവിടെ കണക്കാക്കുന്നില്ല. അപ്പൊ ഏതെങ്കിലും ഒരു പാർട്ട്ണറുടെ ബിൽഡിങ്ങിലാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നതെങ്കിൽ അത് ആ പാർട്ട്ണറുടെ കയ്യിൽ ടാക്സബിൾ അല്ല. അത് നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. അപ്പൊ അത് ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യുകയും വേണ്ട. കാരണം എല്ലാവരും കൂടെ ഒന്നിച്ചാണല്ലോ ബിസിനസ് നടത്തുന്നത്, അതുകൊണ്ട് തന്നെ അത് ടാക്സബിൾ അല്ല. അത്രയേ ഉള്ളൂ. അതാണ് പാർട്ട്നേഴ്സ് പ്രോപ്പർട്ടി യൂസ്ഡ് ബൈ ദ ഫേം എന്നുള്ള ടോപ്പിക്കിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ഡോക്ട്രിൻ ഓഫ് മ്യൂച്വാലിറ്റി. മ്യൂച്വാലിറ്റി എന്നുള്ള പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതൊക്കെ ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മ്യൂച്വാലിറ്റി എന്ന് പറയുന്നത് പരസ്പരം എന്താ പറയുക, കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഒക്കെ പ്രിൻസിപ്പിൾ ആണ് മ്യൂച്വാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് സഹകരണം അല്ലെങ്കിൽ പരസ്പരം സഹായിക്കുക എന്നുള്ള ഒരു ഇത്, അതായത് പ്രോഫിറ്റ് മോട്ടീവ് അല്ലാത്തത്, അങ്ങനെയും വേണമെങ്കിൽ പറയാം. പ്രോഫിറ്റ് മോട്ടീവ് അല്ലാതെ നമ്മൾ പരസ്പര സഹായത്തോടുകൂടി ഓരോരുത്തർക്കും സഹായം കിട്ടണം, അന്ന് അവനവനും നമുക്കും സഹായം ഉണ്ടാവണം, അതുപോലെ ബാക്കിയുള്ളവർക്കും ബെനിഫിറ്റ് ഉണ്ടാവണം, അങ്ങനെയുള്ള രീതിയിൽ. അതായത് സെൽഫ് ഹെൽപ്പ് ടു മ്യൂച്വൽ ഹെൽപ്പ് എന്നൊക്കെ പറയുന്നില്ല, അതാണ് മ്യൂച്വാലിറ്റി പ്രിൻസിപ്പിൾ. അപ്പൊ ഈ ക്ലബ്ബ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, ഇപ്പൊ സ്പോർട്സ് ക്ലബ്ബോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്ലബ്ബോ ഒക്കെ ഉണ്ടാവുമല്ലോ, ന്യൂസ് പേപ്പർ ക്ലബ്ബ്, അങ്ങനെ പല ടൈപ്പിൽ ഓരോരുത്തർ യങ്സ്റ്റേഴ്സ് പലതരത്തിലുള്ള ക്ലബ്ബുകളും ഒക്കെ ഫോം ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ക്ലബ്ബൊക്കെ എന്നൊക്കെ പറയുന്നത് എനിവേ അതൊക്കെ നോൺ പ്രോഫിറ്റ് ഓറിയന്റഡ് ആണ്. അതാരും പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ട് തുടങ്ങാറില്ല, എല്ലാവർക്കും ബെനിഫിറ്റ് വേണം എന്നുള്ള രീതിയിലാണ് തുടങ്ങാറ്. സോ അവരുടെ പേരിൽ എന്തെങ്കിലും ബിൽഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോലും അതിന്റെ ആനുവൽ വാല്യൂ ടാക്സബിൾ ആക്കാറില്ല. കാരണം അവിടെ നിന്ന് അവർ പ്രോഫിറ്റ് ഒന്നും തുടങ്ങാൻ വേണ്ടിയിട്ടല്ല, ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ ഒരു ക്ലബ് ഒന്നും ഫോം ചെയ്തിട്ടുള്ളത്. ഡോക്ട്രിൻ ഓഫ് മ്യൂച്വാലിറ്റി ഉള്ളതുകൊണ്ട് ക്ലബ്ബ് അങ്ങനെയുള്ള നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന്റെ
എനിവേ ഏത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വാലിറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അവർക്ക് ആ ആനുവൽ വാല്യൂ ഓഫ് ദെയർ ബിൽഡിംഗ് ഇസ് എക്സംപ്റ്റഡ്, അത് ടാക്സബിൾ അല്ല. അപ്പോൾ സ്പെഷ്യൽ കേസസിൽ അടുത്ത കേസാണ് പ്രോപ്പർട്ടി ഹെൽഡ് ആസ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് അമെൻഡഡ് ആണ്, ഇപ്പോൾ ഫിനാൻസ് ആക്ടിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രോപ്പർട്ടി ഹെൽഡ് ആസ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. അതായത് ഇപ്പോൾ ഞാനൊരു ബിൽഡർ ആണെന്ന് വിചാരിക്കാം, അതായത് ബിൽഡിംഗ് കെട്ടിയിട്ട് വിൽക്കുന്നതാണ് എൻ്റെ പണി. അപ്പോൾ എൻ്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബിൽഡിംഗ് ആയിരിക്കും അല്ലേ? ബിൽഡിംഗ് ഇങ്ങനെ ഹൗസോ അങ്ങനെ വില്ലാസോ ഒക്കെ ഇതൊക്കെ കണ്ടോ, ഒരേപോലെയുള്ള കുറേ വീടുകളൊക്കെ കെട്ടുക, വിൽക്കുക, അങ്ങനെയുള്ളതാണ് എൻ്റെ പണി. അപ്പോൾ എനിക്ക് ചില സമയത്ത് മിക്കവാറും ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബിൽഡേഴ്സ് ഒക്കെ അവർ ആളെ കണ്ടുപിടിച്ച ശേഷമാണ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അങ്ങനെയല്ല വിചാരിക്കുക, നമ്മളിപ്പോൾ കൺസ്ട്രക്ഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, നമുക്ക് ആളെ കിട്ടിയില്ല. അങ്ങനെ ആളെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണല്ലോ. അപ്പോൾ അങ്ങനെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയതുകൊണ്ട് നമ്മളത് ബിസിനസ് ഹെഡിൽ അല്ലെങ്കിൽ ബിസിനസ് ഇൻകം ആയിട്ടാണ് വരിക എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെയാണ്. പക്ഷേ അവർ പറയുന്നത് സെക്ഷൻ 23(5) അവർ പറഞ്ഞിട്ടുള്ളത് 2 കൊല്ലം വരെ മാത്രമേ നിങ്ങൾക്ക് ഇത് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് മിണ്ടാതിരിക്കാൻ പറ്റുള്ളൂ. 2 കൊല്ലമായിട്ടും നിങ്ങൾക്ക് ഇത് ഒരു ബയ്യർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇത് വിൽക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ ഒക്കെ ആനുവൽ വാല്യൂ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ ടാക്സബിൾ ആയിരിക്കും. അതായത് അവർ പറയുന്നത് നമ്മളിപ്പോൾ ബിൽഡിംഗ് ഒക്കെ ഫുള്ളി കൺസ്ട്രക്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് സെല് ചെയ്യാൻ പാകത്തിന് ആക്കി കഴിഞ്ഞിട്ട് 2 കൊല്ലം വരെ മാത്രമേ നമുക്കിത് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണെന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കാൻ പറ്റുള്ളൂ. 2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അതിനെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് പരിഗണിക്കില്ല. പകരം നമ്മൾ അതിന്റെ ആനുവൽ വാല്യൂവിനെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ ടാക്സ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ് ടു 2 years ഫ്രം ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ദ പ്രോപ്പർട്ടീസ് ഒബ്റ്റെയിൻ ഫ്രം കമ്പീറ്റന്റ് അതോറിറ്റി. നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച ശേഷമാണ് അത് കംപ്ലീറ്റ് ആയി എന്നുള്ളതിന്റെ പ്രൂഫാണ്. അപ്പോൾ അത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ ഏത് കൊല്ലമാണോ വാങ്ങിച്ചത് ആ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് പിന്നെ 2 കൊല്ലം വരെ മാത്രമേ നമുക്കത് ആനുവൽ വാല്യൂ നില്ലാക്കിയിട്ട് കാണിച്ചുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. ഇതെന്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്, അതുകൊണ്ട് അതിന് ആനുവൽ വാല്യൂ എടുക്കാൻ പറ്റില്ല, ഇത് ബിസിനസ് ഹെഡിലാണ് വരിക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓരോന്ന് പറഞ്ഞ് നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി ആ കൊല്ലം കഴിഞ്ഞ് മാക്സിമം 2 കൊല്ലം വരെ നമുക്ക് ഇതിന് ടാക്സബിലിറ്റി ഒന്നും വരുന്നില്ല. പക്ഷെ 2 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പൊ നമ്മുടെ പേരിലാണല്ലോ, നമുക്കിത് വിൽക്കാൻ സാധിച്ചിട്ടില്ല, അപ്പൊ വീണ്ടും നമുക്കിത് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്, ഇതിന് ടാക്സ് വരില്ല എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റില്ല. പകരം അതിന്റെ ആനുവൽ വാല്യൂ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ ടാക്സബിൾ ആണ്. അപ്പൊ ആനുവൽ വാല്യൂ എന്നുള്ള വാക്ക് നമ്മൾ കുറെ നേരം കേൾക്കണം, അത് നമ്മൾ പഠിക്കുന്നേ ഉള്ളൂ. അപ്പൊ അത് പഠിക്കുമ്പോൾ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് മനസ്സിലാവും. എപ്പോഴും നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ട് വാടക കിട്ടിയാൽ മാത്രമാണ് ടാക്സബിൾ എന്ന് വിചാരിക്കരുത്. ഈ ഒരു ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളതിലുള്ള പ്രത്യേകത അതാണ്. അതായത് നമുക്ക് കിട്ടാത്ത ഇൻകത്തിന് പോലും നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ആനുവൽ വാല്യൂ എന്നുള്ളത് പഠിക്കുമ്പോൾ അത് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. എനിവേ അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ 2 കൊല്ലം വരെ മാത്രം അയാൾക്ക് സ്റ്റോക്ക് ഇൻ ട്രേഡിന്റെ മേലെ ടാക്സ് അടയ്ക്കേണ്ട. പക്ഷെ 2 കൊല്ലം കഴിഞ്ഞിട്ടും ഒരു ബിൽഡർക്ക് എന്താ പറയുക, അയാളുടെ പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ ഒക്കെ ആനുവൽ വാല്യൂ അയാൾക്ക് ടാക്സബിൾ ആയിട്ട് മാറും. അപ്പൊ ഇത് അമെൻഡഡ് ആണ്, 2 years എന്നുള്ളതാണ് ഇപ്പൊ ചേഞ്ച് വന്നിട്ടുള്ളത്. അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ അത്രയായിരുന്നു സ്പെസിഫിക് ആയിട്ടുള്ള കേസസ്. അപ്പൊ ചില സ്പെസിഫിക് കേസസിൽ എങ്ങനെയാന്നുള്ളത് നമ്മൾ നോക്കി. അടുത്തത് എക്സംപ്റ്റഡ് പ്രോപ്പർട്ടീസ് ആണ്. നമ്മൾ എക്സംപ്റ്റ് ഇൻകം എന്നുള്ള ഹെഡ് പഠിക്കുമ്പോൾ പറഞ്ഞല്ലോ ഓരോ ചാപ്റ്ററിൽ വരുന്നത് ആ ചാപ്റ്ററിൽ നോക്കാം. അപ്പോൾ അങ്ങനെ ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ചാപ്റ്ററിൽ കുറച്ച് എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഇൻകം വരുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ കേസിലാണ് എക്സംപ്ഷൻ ഉള്ളത് നോക്കാം. ഫസ്റ്റത്തെ, എനി വൺ പാലസ് ഓഫ് ഓർ പാർട്ട് ദെയറോഫ് ഓഫ് എൻ എക്സ് റൂളർ പ്രൊവൈഡഡ് ദ സെയിം ഇസ് നോട്ട് ലെറ്റ് ഔട്ട്. അതായത് എക്സ് റൂളർ എന്ന് വെച്ചാൽ രാജാവ്, പണ്ട് ഭരിച്ചിരുന്ന രാജാവിന്റെ ഏതെങ്കിലും കൊട്ടാരങ്ങൾ. ഇപ്പോൾ ചില കൊട്ടാരങ്ങളൊക്കെ ഇല്ലേ, വലിയ വലിയ കൊട്ടാരങ്ങൾ, അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രാജാക്കന്മാരുടെ കൊട്ടാരം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള എക്സ് റൂളർമാരുടെ കൊട്ടാരങ്ങൾ, അവരുടെ പേരിലുള്ള കൊട്ടാരങ്ങൾ, ഒന്നിൽ കൂടുതൽ കൊട്ടാരങ്ങൾ അവരുടെ പേരിലുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കൊട്ടാരത്തിന്റെ വാല്യൂ അവർക്ക് നില്ലാക്കിയിട്ട് കാണിക്കാം. ഏതെങ്കിലും ഒരെണ്ണത്തിന് എക്സംഷൻ എടുക്കാം. ഒന്നിൽ കൂടുതൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ പാലസ് ഉണ്ടെങ്കിൽ ഒരെണ്ണത്തിന് അവർക്ക് എക്സംഷൻ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എനി വൺ പാലസ് ഓർ പാർട്ട് ദെയറോഫ് ഓഫ് എൻ എക്സ് റൂളർ പ്രൊവൈഡഡ്, അത് ലെറ്റ് ഔട്ട് ചെയ്യാൻ പാടില്ല. ലെറ്റ് ഔട്ട് ചെയ്യാൻ പാടില്ല വെച്ചാൽ അത് വാടകയ്ക്കൊന്നും കൊടുത്തിട്ടുണ്ടാവാൻ പാടില്ല, അയാൾ സ്വന്തമായിട്ട് താമസിക്കുന്നത് ആയിരിക്കണം. അപ്പൊ ഒന്നിൽ കൂടുതൽ പാലസിൽ അപ്പോൾ 2 സ്ഥലത്തും കൂടെ ഒരാൾക്ക് താമസിക്കാൻ പറ്റില്ല, അത് മനസ്സിലായി. അപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്തെ അയാൾ താമസിക്കുള്ളൂ, പിന്നെ ഒരു സ്ഥലം വെറുതെ ഇട്ടിട്ടുള്ളതായിരിക്കണം. ഓക്കെ, അല്ലാതെ ഇപ്പൊ അയാൾ ഒരെണ്ണം വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാടകയ്ക്ക് കൊടുത്തതിന്റെ അയാൾക്ക് ഒരിക്കലും എക്സംഷൻ എടുക്കാൻ പറ്റില്ല. അപ്പൊ അയാൾ താമസിക്കുന്നതിന്റെ അയാൾക്ക് എക്സംഷൻ എടുത്തിട്ട് മറ്റേത് വാടക കൊടുത്തതായിട്ട് കാണിക്കേണ്ടതായിട്ട് വരും. അപ്പൊ എനിവേ അത് അവിടെ ഇരിക്കട്ടെ. നമ്മളിപ്പോ നോക്കുന്നത് അപ്പൊ എക്സ് റൂളറിന്റെ കേസിൽ അയാൾക്ക് ഒരു പാലസ് എക്സംപ്റ്റഡ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇപ്പൊ എക്സ് റൂളർ ഹാസ് എ ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് ദ പാർട്ട് ഓഫ് വിച്ച് സെൽഫ് ഓക്യുപ്പൈഡ് ആൻഡ് റിമൈനിങ് ലെറ്റ് ഔട്ട്, ദെൻ ഓൺലി ദ സെൽഫ് ഓക്യുപ്പൈഡ് പാർട്ട് ഓഫ് ദ ഹൗസ് പ്രോപ്പർട്ടി ഷാൽ ബി എക്സംപ്റ്റഡ്.
അപ്പോൾ അയാൾ ഒരു ഭാഗത്ത് താമസിക്കുന്ന ഒരു ഭാഗം ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ സെൽഫ് ഓക്യുപ്പേഷനിലുള്ള ആ ഭാഗം മാത്രമേ അയാൾക്ക് എക്സംഷൻ എടുക്കാനായിട്ട് പറ്റുള്ളൂ. രണ്ടാമത്തത് ഹൗസ് പ്രോപ്പർട്ടി ഓഫ് എ ലോക്കൽ അതോറിറ്റി. ലോക്കൽ അതോറിറ്റിയുടെ ഹൗസ് പ്രോപ്പർട്ടി എക്സംപ്റ്റഡ് ആണ്. അതുപോലെ ഹൗസ് പ്രോപ്പർട്ടി ഓഫ് എൻ അപ്രൂവ്ഡ് സയന്റിഫിക് റിസർച്ച് അസോസിയേഷൻ, സയന്റിഫിക് റിസർച്ചിൽ ഏർപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളുടെ ഹൗസ് പ്രോപ്പർട്ടി എക്സംപ്റ്റഡ് ആണ്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അപ്പോൾ ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അതുപോലെ ഞാൻ അടുത്തത് ഹോസ്പിറ്റൽ, അതൊക്കെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അല്ലേ. അവിടെ നമ്മൾ ഓൾറെഡി അതിന് എക്സംഷൻ ഉണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വാലിറ്റി ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ വീണ്ടും എനിവേ റിപ്പീറ്റേഷൻ പോലെ തന്നെയാണ്. അപ്പോൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹൗസ് പ്രോപ്പർട്ടി എക്സംപ്റ്റഡ് ആണ്. ഹോസ്പിറ്റലിന്റെ ഹൗസ് പ്രോപ്പർട്ടി എക്സംപ്റ്റഡ് ആണ്. അതുപോലെ ഹൗസ് പ്രോപ്പർട്ടി ഓഫ് എ പേഴ്സൺ ബീങ് റെസിഡന്റ് ഓഫ് ലഡാക്ക്, ലഡാക്കിലുള്ള റെസിഡന്റിന്റെ ഒരു ഹൗസ് പ്രോപ്പർട്ടി എക്സംപ്റ്റ് ആണ്. ഹൗസ് പ്രോപ്പർട്ടി ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി, പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേരിൽ വല്ല ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്. ട്രേഡ് യൂണിയന്റെ പേരിലുള്ളത് എക്സംപ്റ്റഡ് ആണ്. ഫാം ഹൗസിന്റെ എക്സംപ്റ്റഡ് ആണ്. ഹൗസ് പ്രോപ്പർട്ടി ഹെൽഡ് ഫോർ ചാരിറ്റബിൾ പർപ്പസ്, ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി വെച്ചിട്ടുള്ള അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു സ്വന്തം ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടി യൂസ് ചെയ്യുന്നതാണെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്. അത് നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ മേ ബി ഇതിലൊക്കെ ഇനിയും ചിലപ്പോൾ ഉള്ളിലേക്ക് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല. നമുക്ക് ഔട്ടർ ലൈനിലുള്ള കാര്യം മാത്രം നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ചില സംശയങ്ങൾ തോന്നുമായിരിക്കും. പക്ഷെ നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകാനില്ല. അപ്പോൾ എക്സംപ്റ്റഡ് എന്താണെന്നുള്ളത് അത് ആ സെന്റൻസ് അങ്ങനെ നോക്കി വെച്ചാൽ മതി. അത്രയും നമുക്ക് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളൂ. ഇത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമുക്ക് എക്സംപ്റ്റഡ് പ്രോപ്പർട്ടീസ് വരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് ചാർജിങ് സെക്ഷൻ പഠിച്ചു. അതിൽ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി. പിന്നെ ചില സ്പെഷ്യൽ കേസസ് നോക്കി. പിന്നെ എക്സംപ്റ്റഡ് പ്രോപ്പർട്ടീസും നോക്കി. ഇത്രയാണ് ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയാണ് നമുക്ക് ശരിക്കും പ്രോബ്ലം പാർട്ടൊക്കെ വരുന്നത്. ആനുവൽ വാല്യൂ എന്താണെന്ന് പഠിക്കണം, അതിന്റെ കാൽക്കുലേഷൻ, അതിലുള്ള ഡിഫറെന്റ് കേസസ്, അത്രയും കാര്യങ്ങൾ കൂടെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്നത്. ചെറിയ ചാപ്റ്റർ തന്നെയാണ്, എന്നാലും അത്രയും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇന്ന് പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.